പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ അടുത്ത് അവിടുത്തെ വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. നമ്മളിന്ന് ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളോട് ഓരോ തവണയും, ഓരോ ധ്യാനത്തിൻ്റെ സമയത്തും, ഓരോ വചന ശുശ്രൂഷയുടെ സമയത്തും ഇത് ഹൃദയത്തിലേക്ക് വിശ്വസിക്കുക. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈശോ എന്നോട് പറഞ്ഞു തരുന്നത്. പിടിയിട്ടുന്നുണ്ടോ? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈശോ എനിക്ക് പറഞ്ഞു തരുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ആരാധനാലയത്തിലേക്ക് വരുന്നു, നിങ്ങൾ വചന ശുശ്രൂഷയ്ക്ക് വരുന്നു, ഉള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും, ഒത്തിരി കാര്യങ്ങൾ. ഈശോയെ, എനിക്ക് എൻ്റെ ഈ ഒരു കാര്യത്തിനൊരു ഉത്തരം കിട്ടണം, ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് എനിക്കൊരു ഉത്തരം കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മളിവിടെ വരുന്നത്. പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. ആ ആവശ്യമനുസരിച്ച് ഈശോ നമ്മളോട് സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു രോഗത്തിനൊരു സൗഖ്യം കിട്ടാനായിരിക്കും. പക്ഷേ ഈശോയുടെ ആവശ്യമുണ്ട്, ഈശോയ്ക്കൊരു ആവശ്യമുണ്ട്. ഈശോയ്ക്ക് നിങ്ങളോട് മാത്രം പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈശോയോട് പറയാൻ വന്നത് ഈ രോഗത്തെക്കുറിച്ചാണ്, ഈ കടത്തെക്കുറിച്ചാണ്, ഈ സങ്കടത്തെക്കുറിച്ചാണ്. പക്ഷേ ഈശോയ്ക്കൊരു ആവശ്യമുണ്ട്, നിങ്ങളിത് കേൾക്കണമെന്നുള്ളത്. അതാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും, വചന കൂടാരങ്ങളിലും നമ്മളത് കേട്ടിരിക്കണം. എൻ്റെ ഈശോയ്ക്ക് എന്നോട് പറയാനുള്ള ഒരു കാര്യം, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ബോധ്യത്തോടെ ഹല്ലേലൂയ പറയുന്നത് ഇവിടെ ഒരു പാപമല്ല. ഉറക്കെ പറഞ്ഞു. അപ്പം അറിയാം അല്ലേ? തണുത്തിരിക്കുകയാണോ നിങ്ങൾ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് കിടക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് 62 സങ്കീർത്തനം എടുക്കാമോ? നമ്മുടെ ഇന്നത്തെ ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ഈശോ തന്ന ഒരു വചനഭാഗമാണ് 62 സങ്കീർത്തനം. അന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ദൈവത്തിന് ആവശ്യമുള്ള കാര്യം, ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന ഉറച്ച ബോധ്യത്തിൽ നമ്മളത് വായിച്ച് ആരംഭിക്കുകയാണ്. 62 സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ ഒന്ന് ഉറക്കെ വായിച്ച്, പെട്ടെന്ന് വായിച്ച്. Psalm 62, ആശ്വാസം ദൈവത്തിൽ മാത്രം. നല്ല ഉറക്കത് പറ, ആശ്വാസം ദൈവത്തിൽ മാത്രം. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ നമുക്കൊരു രോഗമാണോ വേദനയാണോ എന്ത് തന്നെയാണേലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ആശ്വാസം കിട്ടണം. ശരിയല്ലേ? ഒരു ആശ്വാസം കിട്ടണം. ആശ്വാസം ആരിൽ മാത്രം? വിശ്വാസത്തോട് പറ, ആരിൽ മാത്രം? ആശ്വാസം ഈശോയിൽ മാത്രം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടെ സങ്കീർത്തനം വായിച്ച് കേൾക്കുക. 62:1 ഇങ്ങനെയാണ്: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. നേറ്റ് പറഞ്ഞേ, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അങ്ങനെയല്ലേ? ആണോ? ഈശോയിൽ മാത്രമാണ് എൻ്റെ ആശ്വാസം. അടുത്ത വചനം ഇങ്ങനെയാണ്: അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. മക്കളിത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേ. ഇന്ന് വന്ന് നിൽക്കുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്ന ഒരു സമയമായിരിക്കാം. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സമയമായിരിക്കാം. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമായിരിക്കാം. ഇനി എങ്ങോട്ട് കാലെടുത്ത് വെക്കണമെന്ന് അറിയത്തില്ലാത്തൊരു സമയമായിരിക്കാം. രക്ഷപ്പെടുകയെന്ന് തോന്നുന്ന സമയമായിരിക്കാം. നിങ്ങളെ സാഹചര്യങ്ങൾ, ജീവിതം പിടിച്ചു കുലുക്കുന്നുണ്ടായിരിക്കാം. കർത്താവാണ് എൻ്റെ അഭയശിലയും കോട്ടയും, അവിടുന്ന് മാത്രമാണ് എൻ്റെ ആശ്വാസം, അവിടുന്ന് കൂടെയുണ്ട്, ഞാൻ കുലുങ്ങുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ വായിക്കണം, 5-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ആ ആശ്വാസത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നതാണ്: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. 1-ാം വാക്യത്തിൽ വായിച്ചെങ്ങനെയാണ്? അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്: അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ആത്മീയ രക്ഷയും എൻ്റെ ഭൗതിക ജീവിതത്തിലെ സങ്കടങ്ങളിൽ നിന്നുള്ള രക്ഷയും എല്ലാം തരുന്നത് എൻ്റെ ഈശോ മാത്രമാണ്. ആ ഈശോയാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. വചനം തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു, 6-ാം വാക്യം: അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പിടിച്ചു കുലുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ? ഉണ്ടാവും അല്ലേ? രോഗമോ കടമോ, നിങ്ങളുടെ നഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വപ്നങ്ങളോ, നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടന്ന കാര്യങ്ങളോ, എന്തു തന്നെ ആവട്ടെ, കടന്നു പോകുന്ന എന്തു ദുരിതമാവട്ടെ, പിടിച്ചു കുലുക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുലുങ്ങത്തില്ല. ഈശോയുടെ മക്കൾ കുലുങ്ങത്തില്ല. കാരണം എന്താണ്? ശ്വാസം മുട്ടുന്ന ഈ സമയത്തും ഈശോ മാത്രമാണ് എൻ്റെ ആശ്വാസം. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആരാണ് ആശ്വാസം? ഈശോ മാത്രമാണ്. അടുത്തിരിക്കുന്നവരുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് പറ, ഈശോ മാത്രമാണ് നമ്മുടെ ആശ്വാസം. അല്ലേ? ശ്വാസം മുട്ടിപ്പോയാലും ആരാണ് നമ്മുടെ ആശ്വാസം? ഈശോ മാത്രമാണ്. പിടിച്ചാൽ കുലുങ്ങത്തില്ല. ആൾ കുലുക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെ കുലുങ്ങി ഒരു പരിവമായിട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ വീഴത്തില്ല. കർത്താവാണ് എൻ്റെ അഭയശില, എൻ്റെ കോട്ട, ഞാൻ കുലുങ്ങില്ല. മറ്റൊരു സങ്കീർത്തനം 90-ാം സങ്കീർത്തനം എടുക്കാം. വളരെ സുന്ദരമായൊരു വാക്യോടെ 94-ാം സങ്കീർത്തനം പെട്ടെന്നെടുത്തേ. 94-ാം സങ്കീർത്തനം നിങ്ങൾക്ക് അറിയാവുന്ന വചനഭാഗങ്ങളൊന്നായിരിക്കും ഇത്. 94-ാം സങ്കീർത്തനത്തിൻ്റെ
18-19 വാക്യങ്ങൾ. 94 സങ്കീർത്തനം 18-19 വാക്യങ്ങൾ അവർക്ക് വായിക്കാമോ? എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. വചനമൊക്കെ പെറുക്കി അർത്ഥം മനസ്സിലാക്കി വായിക്കണം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വീണിക്കുവാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർന്നു, ജീവിതം കഴിഞ്ഞു പോയി, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നും ഇല്ല എന്നൊക്കെ ചിന്തിക്കായിരിക്കും. പക്ഷെ നമ്മുടെ കാല് വഴുതി എന്നുള്ളത് സത്യമാണ്. കാല് വഴുതി. ഈ സങ്കടത്തിലായിരിക്കാം, വീണുപോയ പാപത്തിൻ്റെ വഴിയിലായിരിക്കാം, മനുഷ്യരെ നിങ്ങളെ ഉപദ്രവിച്ചതായിരിക്കാം, പിശാച് നമ്മുടെ സമാധാനത്തെ മുഴുവൻ കെടുത്തിക്കളയുന്നതായിരിക്കാം. കാല് വഴുതുന്നു, പിടിച്ചു കുലുക്കുന്നു. പക്ഷെ ആ കാല് വഴുതുന്നു എന്ന് തോന്നിയപ്പോഴേക്കും എൻ്റെ ഈശോയെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ആ താങ്ങലില്ലായിരുന്നെങ്കിലോ? അല്ലേ? ആ താങ്ങലില്ലായിരുന്നെങ്കിലോ? നമ്മൾ താങ്ങുമെന്ന് കരുതിയവരെല്ലാം നമുക്ക് നല്ല താങ്ങ് തന്നു, അത് മാത്രമേ ഉണ്ടായിരുള്ളൂ. കർത്താവ് താങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു വകയായിരുന്നു നമ്മൾ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. അടുത്ത വചനം വളരെ ശക്തമായൊരു വാക്യമാണ്. 19. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ഇപ്പം നമുക്ക് കിട്ടുന്ന ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ എന്നാണ്? കർത്താവ് നൽകുന്ന ആശ്വാസം. ഉണർന്നിരിക്കാൻ, ഉന്മേഷം ആയിട്ടിരിക്കാനൊക്കെ ഒരു കാരണവും ചിലപ്പോൾ ജീവിതത്തിലുണ്ടാവില്ല. പക്ഷേ എൻ്റെ കർത്താവ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോൾ വായിച്ച 2 വചനഭാഗങ്ങൾ, ഒന്ന് 62 സങ്കീർത്തനത്തിൽ, ഇപ്പോൾ 94 സങ്കീർത്തനത്തിൽ വായിച്ചത്. അതിൻ്റെ ടൈറ്റിൽ ഓർക്കണം, കർത്താവ് മാത്രമാണ് എൻ്റെ ആശ്വാസം. കർത്താവ് മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ മതി, അപ്പം മനസ്സിലാവും കർത്താവ് മാത്രമേ ഇവിടെ ഉള്ളത്. നമുക്ക് ആശ്വാസമാകുമെന്ന് കരുതിയ ആരും ചിലപ്പോൾ ഇപ്പോൾ കൂടെ ഉണ്ടാവില്ല. എപ്പോഴും പ്രത്യാശയോടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയ ആളുകൾ ഇന്ന് ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല. വിട്ട് കളയാതെ, വിട്ടു പോവാതെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും ഉണ്ട്, ഈശോ. ആ ഈശോ മാത്രമാണ് നമ്മുടെ ആശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ ആരാധനത്തിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ പൗലോസ്ലിഹായോട് ചേർന്ന് കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലിഹ ഈ ദൈവത്തെ അവതരിപ്പിക്കുന്നത്, വിശ്വസിക്കുന്ന കർത്താവിനെ അവതരിപ്പിക്കുന്നതും ഇങ്ങനെയൊരു അഭിസംബോധനയോട് കൂടിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു പണ്ട് ഏതോ ഒരു ഏകദിന ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നത്. പൗലോസ്ലിഹ ഈ ദൈവത്തെ വിളിക്കുന്നത് ഇങ്ങനെയാണ്: സകല സമാശ്വാസത്തിൻ്റെയും പിതാവ്, എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ പൗലോസ് എന്തോരോ കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ഏകദിനങ്ങളിലൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്. എന്നെ രക്ഷിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന, എനിക്ക് വേണ്ടി ജീവിച്ച, മരിച്ച, ഉയർത്തെഴുന്നേറ്റ, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ദൈവം. ഇങ്ങനെ ഈശോയെ അവതരിപ്പിക്കുമ്പോൾ പൗലോസ്ലിഹ എടുത്തു പറയുന്നൊരു കാര്യമാണ് എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. ആശ്വാസമൊക്കെ വേണ്ടതാണോ? അല്ലേ? നമ്മൾ കരയുമ്പോൾ, നമ്മൾ വേദനിക്കുമ്പോൾ, ചങ്കൊന്ന് പെടയുമ്പോൾ, സഹായിക്കാൻ ആരുമില്ലെന്നൊക്കെ തോന്നിപ്പോകുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തവിട്ടുപൊടിയായി തീരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ പൗലോസ്ലിഹ അവതരിപ്പിക്കുകയാണ് നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. എ ഗോഡ് ഹു കൺസോൾസ് യു. നിന്നെ കംഫോർട്ട് ചെയ്യണ, നിന്നെ കൺസോൾ ചെയ്യണ ഒരു കർത്താവ്. അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കർത്താവിന്? പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞിട്ടുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഒരു ബൈബിൾ നെഞ്ചോട് കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ആരാധനയുടെ മുമ്പിൽ പോയിരുന്ന അംഗം വെട്ടി പ്രാർത്ഥിച്ചവർക്ക് ഇത് മനസ്സിലാവും. എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം, എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ ഈശോ മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്തോസാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം അത് ആരംഭിക്കുമ്പോഴാണ് പൗലോസ്ലീഹ ഇങ്ങനെ ഒരു വാക്യം പറയുക. അന്നെടുക്കാമോ? 2 കൊരിന്തോസ് 1-ാമത്തെ അധ്യായം. പൗലോസ്ലീഹയുടെ ഏറ്റവും ശക്തമായ എഴുത്തുകളിലൊന്നാണ് കൊരിന്തോസാർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ. ഒരുപാട് പ്രബോധനങ്ങൾ പൗലോസ്ലീഹ തരുന്ന വചനഭാഗമാണ്. 2 കൊരിന്തോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാട്ടെ. വചനഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടോ കേട്ടോ. സകല സമാശ്വാസത്തിൻ്റെയും ദൈവം, എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ കർത്താവ്. അടുത്ത വാക്യം പൗലോസിൽ എഴുതുന്നത് എങ്ങനെയാന്ന് വായിച്ചേ: ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വേദകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാവേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കും. വായിച്ച് കരഞ്ഞു പോകും നിങ്ങൾ ആ വചനമൊക്കെ ശരിക്കിരുന്ന് വായിച്ചാൽ. എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സാന്ത്വനപ്പെടുത്തുന്ന, എന്ന് വെച്ചാൽ ഒരു അപ്പൻ സാന്ത്വനപ്പെടുത്താനോ അമ്മ സാന്ത്വനപ്പെടുത്താനോ ആശ്വസിപ്പിക്കാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചു. ഇവരാരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ദൈവം തന്ന ചില മനുഷ്യർ പോലും നിങ്ങളെ മാറ്റി നിർത്തുന്ന ചില സമയങ്ങൾ വന്നേക്കാം. നിങ്ങൾ ആശ്വാസം തേടി ഓടിച്ചെല്ലുന്ന വാതിലുകളെല്ലാം വലിയൊരു ശബ്ദത്തോടെ നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടുന്ന സമയം വരാം.
നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിന് പോലും ഉത്തരം കിട്ടാത്ത സമയം വരാം. എന്നെ ചെയ്യും? അച്ഛനത് എയറിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയല്ല, ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാണ്. നമ്മൾ ന്യായമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ചില സമയത്ത് ഇത് മനസ്സിലാവാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സങ്കടം പോയി പറയുന്ന സമയത്ത് അത് മനസ്സിലാവാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ അത്ര ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി ആയിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ആയിരിക്കാം, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഇടത്തിന് വേണ്ടി ആയിരിക്കാം. ഈ ഒരു കാര്യം നടന്നു കിട്ടിയാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത്ര ന്യായമായൊരു കാര്യം നിങ്ങൾ പോയി പറയുന്ന സമയത്ത് പോലും നിങ്ങളെ മനസ്സിലാവാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നെ ചെയ്യും? അച്ഛൻ എന്നാ ചെയ്തതെന്നറിയോ? വഴക്കുണ്ടാക്കി. ആരോട്? ഞാൻ പറഞ്ഞ ആളോടല്ല, ഞാനിത് പറയാൻ എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ച ആളോട് ഞാൻ പോയി വഴക്കുണ്ടാക്കി. പറഞ്ഞിട്ടല്ലേ ഞാൻ പോയി പറഞ്ഞതെന്ന്. ഒരു ഉത്തരം കിട്ടാത്ത സമയമെന്നല്ല. ആരാധന ചാപ്പലിൽ പോയിരുന്നതേ, നമ്മുടെ ഈ ചാപ്പൽ നിങ്ങൾ ഒത്തിരി തവണ പോയിട്ടുള്ള ചാപ്പലാണ്. പോയി കുത്തിയിരുന്ന് വാതിലടച്ച് ഒരൊറ്റ ഒരുത്തിന് അകത്ത് കയറരുത്, ഞാനും ഈശോയും മാത്രം. എനിക്ക് പണി തന്ന കർത്താവും ആ കർത്താവിന് ഞാൻ തിരിച്ചൊരു പണിയും കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കി. ആശ്വാസം തരും. എനിക്ക് കിട്ടിയ വചനഭാഗം ഞാൻ പിന്നീട് പറഞ്ഞത്. എനിക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ പോയൊരു സമയം ഈ അടുത്തിടയ്ക്കാണ് കർത്താവ് എനിക്ക് തന്നൊരു വചനം. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് അനുവദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. കർത്താവിൻ്റെ ഒരു വചനം തരുന്നൊരു ശക്തി മനസ്സിലാവില്ല, ഒരാൾക്ക് പോലും മനസ്സിലാവാത്ത സമയങ്ങൾ വരാം. അച്ഛനെക്കുറിച്ച് പറയല്ല, നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ കടന്നു പോകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി, നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി ഇന്നൊരു ദിവസം ഈശോ ഒരുക്കുന്നതായിരിക്കാം. ഒരാശ്വാസവും കിട്ടാത്തൊരു സമയം ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. നിങ്ങൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങളോ നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിച്ച പ്രസ്ഥാനങ്ങളോ സഹായിക്കാത്ത സമയം, നിങ്ങളുടെ അപ്പനോ അമ്മയോ പോലും കൈ കഴുകി മാറി നിൽക്കുന്ന സമയം, നിങ്ങളുടെ ജീവിത പങ്കാളി കൈകെട്ടി നിൽക്കുന്നൊരു സമയം വന്നേക്കാം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കൈ കാട്ടി പോ എന്ന് പറഞ്ഞ് പോകുന്നൊരു സമയം വന്നേക്കാം. സകല സമാശ്വാസത്തിൻ്റെ ഉടയവനായ അപ്പൻ്റെ മുമ്പിൽ തന്നെ പോയിരുന്നേക്കുക. ഉത്തരം കിട്ടുകയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുറേ സ്ഥലങ്ങളിൽ പോയി അവിടെ എല്ലാം നമ്മളെ ഉത്തരം മുട്ടിച്ചിട്ടേ ഉള്ളൂ. ഉത്തരം തരാൻ പറ്റുന്ന ഒരാൾ, ആശ്വസിപ്പിക്കാൻ, നിങ്ങളെ കൺസോൾ ചെയ്യാൻ, നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ ഒരാൾ ഇവിടെ ഉണ്ട്, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആശ്വാസം കർത്താവിൽ മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവും, വന്നേക്കാം. ഈശോയുടെ മുമ്പിലേക്ക് മാത്രം ചെന്നേക്കണം, അവിടെ ഉണ്ട് ആശ്വാസം. വചനത്തിലൂടെ കർത്താവ് തന്നെ സാന്ത്വനം. അത് നിങ്ങൾ ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അത് അനുഭവിക്കണം. ഈശോ എന്നോട് സംസാരിക്കുന്നു, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായം എടുക്കാമോ? വചനത്തെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞിരുന്ന സുന്ദരമായ കാര്യങ്ങളൊന്നാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഐസയ്യാ ചാപ്റ്റർ 50 വേഴ്സ് 4. സമയം പോലെ ഈ 50-ാമത്തെ അധ്യായമൊക്കെ വായിക്കുന്നത് നല്ലതാണ്. ഒരുപാട് സഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊന്നാണ്. 50-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഉറക്കെ വായിക്കാമോ? പരീക്ഷീണന് കിട്ടിയില്ലേ? എവിടെയാണ് ഏശയ്യാ പ്രവാചകനൊക്കെ വിളിച്ചുണർത്തു? പെട്ടെന്നിരുതേ. ഏശയ്യാ 50:4 വായിക്ക്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ആദ്യത്തെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പരീക്ഷീണന് എന്ത് നൽകുന്ന കർത്താവ്? ആശ്വാസം നൽകുന്ന കർത്താവ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? ലോട്ടറി ആണോ? ഇച്ചിരി സ്വർണം, ഒരു ജോലി, ഒരു കുറച്ച് പൈസ അല്ല. ആശ്വാസം നൽകുക എന്തിലൂടെയാണ്? അവിടുത്തെ വാക്ക്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ അഭ്യസിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. വചനം അതാണ്, വചനത്തിൻ്റെ ശക്തി അതാണ്. നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വാക്കായിരിക്കും, കർത്താവിൻ്റെ വാക്ക്. നമ്മൾ മനുഷ്യർ നമ്മളോട് നല്ല വാക്കുകൾ പറയണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞില്ലേ, നിരാശയായിരിക്കും ചിലപ്പോൾ ഫലം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കണമെന്നില്ല. അവർ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നിങ്ങളെ ശക്തിപ്പെടുത്തണമെന്നില്ല. നിങ്ങൾ വായിച്ച ഒരു പുസ്തകങ്ങൾ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ വരും. നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയി നിന്നിരുന്ന ആളുകൾ, നിങ്ങൾ യൂട്യൂബിൽ കേട്ട ടോക്കുകൾ, നിങ്ങൾ വായിച്ച ഇൻസ്പിറേഷണൽ പുസ്തകങ്ങൾ, നിങ്ങൾ റോൾ മോഡൽസ് ആയിട്ട് കണ്ട ആളുകൾ, ആരും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ഒരാളുടെ വാക്കിനും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത, പക്ഷേ അവിടെ ആശ്വാസം നൽകുന്ന, സാന്ത്വനിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒറ്റ വാക്ക് പരീക്ഷീണൻ ആശ്വാസം നൽകുന്ന കർത്താവിൻ്റെ വാക്ക്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനത്തിൻ്റെ ശക്തിയാണ്. എന്നെ ആ ശക്തിപ്പെടുത്തിയ വാക്ക് എന്നാണെന്നറിയോ? നിയമാവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായം എടുക്കാമോ? വല്ലാത്തൊരു പ്രതിസന്ധിയെ ഫേസ് ചെയ്തുകൊണ്ട് സമയത്ത് 2 വചനങ്ങളാണ്. അത് എൻ്റെ ആദ്യത്തേത് ഇങ്ങനെയാണ്. ഒരു ആവശ്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം
ഒന്ന് നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി എനിക്കൊരു കുറച്ച് പേരുടെ സഹായം ആവശ്യമാണ്. എന്നെ സഹായിക്കാൻ എത്ര പേര് വന്നെന്നറിയോ? നിങ്ങളുടെ ഉണ്ടക്കണ്ണ് പോലെ മൊട്ട, ഒറ്റ ആൾ പോലും വന്നില്ല. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആയിരുന്നില്ലത്. ഞാനിത് സത്യമായിട്ട് സഹായം പ്രതീക്ഷിച്ച് നിന്നൊരു സാഹചര്യമാണ്. ഉറപ്പായിട്ട് എനിക്ക് എന്നെ സഹായിക്കാൻ വരും, എൻ്റെ ആവശ്യം എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാണ്. വാതിലിങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞ് കൊട്ടിയടച്ചു. എനിക്ക് വഴക്കുണ്ടാക്കി ഞാൻ പിന്നെ ഗ്രോട്ടോ ചാപ്പലിൽ പോയിട്ട്. വേറെ ആരോട് വഴക്കുണ്ടാക്കാനാണ്? അല്ലേ, നിങ്ങളോട് വന്ന് വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നാ പറയും? നിങ്ങൾ തിരിച്ച് വഴക്കുണ്ടാക്കും എന്നോട്. അച്ഛൻ മിണ്ടാതിരിക്കുന്നു പറയും. പക്ഷേ എന്നോട് മിണ്ടിക്കോളാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ആരാ? ഈശോ ഉണ്ട്. കിട്ടിയൊരു വചനഭാഗമാണ് 31-ാമത്തെ അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. നിയമാവർത്തനം 31:6 വാക്യം. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വചനം ഇപ്പം തന്നെ ബലം ചൂടട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഉറക്കെ വായിച്ചു. 31:6 ഉറക്കെ വായിച്ചേ. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഒന്നുകൂടെ വായിച്ചേ. ഇത് വചന ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറ്റിക്കത്തില്ലെന്ന്. ഞാനാണ് കൂടെ വരുന്നതെന്ന്. നീ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം എന്ന സിംഗുലർ ഫോം അല്ല. ശക്തരായിരിക്കണം, ധീരരായിരിക്കണം. നിനക്ക് വേണ്ട ഒരു ടീമാണെങ്കിൽ ആ ടീം ഞാനാടാന്ന് പറഞ്ഞ് ഒരു ടീമായിട്ട് എൻ്റെ കൂടെ നിൽക്കുകയാണ് കർത്താവ്. ശക്തരായിരിക്കുക, ധീരരായിരിക്കുക, പരിഭ്രമിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മക്കളിന്ന് കേട്ട ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഈശോയെ വിശ്വസിച്ച് ഇവിടെ ഇരിക്കുകയല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം ഒരു ടീമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. നിങ്ങൾക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കാം. ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്കായിട്ടത് ഇത് ഏറ്റെടുക്ക്. എന്നെ ചിലപ്പോൾ ആ വേദനയിലൂടെ കടത്ത് വിട്ടിയത് ചിലപ്പോൾ ഇന്ന് ഇങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇല്ല, ചിലപ്പോൾ അച്ഛൻ ഈ വചനം നിങ്ങളോട് പറയില്ല, ഇത് പറയാൻ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവില്ല. ആ പൊള്ളലിലൂടെ എന്നെ കടത്തി വിട്ട്, എന്തിന് പൗലോസിനെ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. കിട്ടുന്നുണ്ടോ? എനിക്ക് ചോദിക്കാം, കർത്താവ് ഇതെന്തിനാ? ഞാൻ ചോദിച്ചത് നീതിയല്ലേ? എൻ്റെ ഭാഗത്തല്ലായിരുന്നോ ന്യായം? ഒരാവശ്യത്തിന് വേണ്ടിയല്ലേ ഞാനിത് ചോദിച്ചത്? ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇതെന്തിന് ഇങ്ങനെ ഒരു സ്ട്രഗിൾ വന്നു എന്ന്. നിന്റെ മുമ്പിലേക്ക് നാളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി നീ ഇത് പറയണമെങ്കിൽ നീ ഇങ്ങനത്തെ ഒരു വേദന അനുഭവിക്കണം. അവിടെ നിന്നെ ആശ്വസിപ്പിക്കുന്ന എന്നെ നീ മനസ്സിലാക്കണം. എന്നിട്ട് നീ അവരെ ആശ്വസിപ്പിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? ഈശോയുടെ സാന്ത്വനത്തിൻ്റെ ഒരു രീതി അയ്യോ വാവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നല്ല പൊള്ളിക്കൽ തന്നിട്ട് അവിടെ നിന്നൊരു പിടിച്ചു കയറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സഹനങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കിയേ. വെറുതെ എന്നെ വേദനിപ്പിക്കാൻ, എന്നെ ശപിച്ച് തള്ളിക്കളയുന്ന കർത്താവല്ല. ഈ വേദനയെ ഞാൻ അതിജീവിക്കുന്ന കർത്താവിൻ്റെ ആശ്വാസം അറിയുമ്പോൾ ഇതുപോലെ ഇതിനെക്കാട്ടും വലിയ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഉപകരണമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനഭാഗം അതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചേ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ് 31:8. ജോഷുവയെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മോശയിലൂടെ വലിയൊരു അനുഗ്രഹം കർത്താവ് കൊടുക്കുന്നതാണ്. 31:8 നിയമാവർത്തനം 31:8 ഉറക്കെ വായിച്ചോ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയില്ല. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, നീ പേടിക്കേണ്ട. ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എടുക്ക്. ഞാനിത് എൻ്റെ ലൈഫിലോട്ട് എടുത്തു 30 അല്ല 60 അല്ല 100 മേനിയാണ് കർത്താവ് ബലം തന്നത്. 100 മേനി. എനിക്ക് എൻ്റെ ആനന്ദം കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവെ വഴക്കുണ്ടാക്കി ഞാൻ ചോദിച്ചൊരു കാര്യം അങ്ങയുടെ വാക്കിലൂടെ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് എനിക്ക് ആശ്വാസം തന്നല്ലോ. ഉറപ്പായിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഉറപ്പായിട്ട് ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. എന്ത് തന്നെ ആവട്ടെ, മുഴുവൻ വാതിൽ അടഞ്ഞു നിൽക്കുന്ന ആ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി നിൽക്കുന്ന നിങ്ങൾക്ക് കർത്താവ് പറയുന്നത് വചനം കേൾക്ക്, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്ക്. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എനിക്ക് ഒത്തിരി അധികം എല്ലാ വചനവും നമുക്ക് ഇഷ്ടമാണെന്നാലും എൻ്റെ ഹൃദയത്തോട് ഏറ്റവും എൻ്റെ ഒത്തിരി ഇങ്ങനെ ആഴത്തിൽ കിടക്കുന്ന, എനിക്കൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ അറിയത്തില്ല, അത്ര ആഴത്തിൽ കിടക്കുന്നൊരു വചനമാണ് ഈ ഹെബ്രായർക്ക് ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് എടുക്കാമോ? ചുമ്മാ ഒരു വചനവും ഈശോ വായിലോട്ട് തരത്തില്ലല്ലോ. എനിക്ക് വേണ്ടി അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കട്ടെ. ഹെബ്രായർക്ക് ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം, 5-ഉം 6-ഉം വാക്യങ്ങൾ. ഹെബ്രായർ 13, 5-ഉം 6-ഉം വാക്യങ്ങൾ കിട്ടിയോ?
പൗലോസ്ലീഹയുടെ ലേഖനങ്ങളൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് ഹെബ്രായർക്ക് ലേഖനമുണ്ട്. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. അടുത്ത വാക്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടോ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊരു വചനമല്ലേ ഇത്! ഞാൻ നിന്നെ ഒരു തരത്തിലും ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന്. ഇത് വിശ്വസിച്ചേ. ഇന്ന് ഈ ഒരു ദിവസം ഇങ്ങനെ വന്ന് ചേർന്നത് ചിലപ്പോൾ ഈ ഒരൊറ്റ വാക്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കിത് ഹൃദയത്തിലോട്ട് കയറുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞവർ, നമ്മളെ പരിത്യജിച്ചവർ, നമ്മളെ മനസ്സിലാക്കാതെ പോയവർ, നമ്മുടെ സങ്കടത്തിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാത്തവരെല്ലാവരുടെയും മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയായിരിക്കും. പക്ഷെ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുഖം മറഞ്ഞു നിൽക്കുകയാണ്. ഈ സങ്കടങ്ങൾ കാരണം കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കർത്താവിനെ കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ 13-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, എന്നെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട്, എനിക്ക് സ്നേഹമായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരിക്കലും പരിത്യജിക്കാതെ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ലെന്ന്. ഇപ്പം നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നുണ്ടാകാം, പിശാചിനെ ഭയപ്പെടുന്നുണ്ടാകാം, ഭാവി എന്താകുമെന്നോർത്ത് ഭയപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്നത് മറന്നുപോയാൽ അപ്പം വിറയ്ക്കാൻ തുടങ്ങും. ഈ ബോധമുള്ളവന് സഹനങ്ങളോ വേദനകളോ ഒന്നും ഇല്ലെന്നല്ല. സഹനങ്ങളുണ്ടാവും, വേദന ഉണ്ടാവും, കുലുക്കം ഉണ്ടാവും, പിടിച്ചു കുലുക്കും. പക്ഷെ നേരെ നിൽക്കും. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. വലിയൊരു വിശ്വാസത്തോടെ 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കയ്യിലൊന്ന് പിടി, കയ്യിലൊന്ന് പിടി, ഒന്ന് കണ്ണിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, കർത്താവ് നിന്നെ ഒരിക്കലും പരിത്യജിക്കില്ല. പറഞ്ഞേ, കട്ടിയുള്ള വാക്കാണോ പരിത്യജിക്കില്ലെന്ന്? എന്നാൽ ലോക്കലായിട്ട് പറ, കർത്താവ് നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞേ, കർത്താവ് നിന്നെ വിടത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവരോട്. വിശ്വസിച്ചില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ വാക്കുകൾ ഇങ്ങനെ ഈ സ്പീക്കറിൽ കൂടെ കേട്ടതുപോലെ അങ്ങ് തീർന്നു പോകും. വിശ്വസിക്കണം, കർത്താവ് എന്നെ ഒരിക്കലും വിടത്തില്ല. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്കിനി ഒന്ന് മുമ്പോട്ട് പോകാൻ പറ്റും. ഇത് ഹൃദയത്തിലോട്ട് കയറിയോ? ഇച്ചിരി സ്ലോ ആയിട്ട് അച്ഛൻ പോകുന്നതെന്ന് തോന്നല്ലേ? ഇത് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് സോറി. ബാക്കി നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറട്ടെ. ഈ ഒരു ആശ്വാസം തരുന്നൊരു കർത്താവ് നമുക്കുണ്ടെന്നൊരു ബോധ്യത്തിൽ, നിങ്ങളുടെ ഏതൊരു സാഹചര്യത്തിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട്, നല്ലൊരു ദൈവവിശ്വാസിയായിട്ട് ഈശോയെ മുറുകെ പിടിക്കുന്നൊരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരും. നമുക്കൊരു ബോധ്യം കിട്ടി. നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്, കരുണയോടെ നോക്കുന്ന കർത്താവുണ്ട്, സകല സമാശ്വാസത്തിൻ്റെ ദൈവം ഇവിടെ തന്നെ ഉണ്ട്, എന്നെ പരിത്യജിക്കാതെ എന്നെ കൈവിടാത്ത എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങളുടെയൊക്കെ ഇപ്പം ഈ കൈ കൊടുക്കാൻ 2 തവണ പറഞ്ഞെന്താണെന്നറിയോ? ആ മോന്ത ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ചിരിക്കില്ലാത്തൊരു വർഗ്ഗമാണ് നമ്മളല്ലേ. എന്നെ സംഭവിച്ചാലും ചിരിക്കത്തില്ല. ഇവിടെ ഒരു ബിബ്ലിക്കൽ സാഹചര്യത്തിലല്ല, ഒരു ധ്യാനത്തിൻ്റെ സാഹചര്യത്തിലല്ല പറയണത്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതെവിടെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ മറന്നുപോയി. ഈ നമ്മളൊത്തിരി ചരിത്രത്തിൽ ഒത്തിരി നമ്മളെ സഹായിച്ച മനുഷ്യരെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ചും നെൽസൺ മണ്ടേലയെക്കുറിച്ചൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ധ്യാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇത് പറയുന്നതിൽ തെറ്റില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു. നന്മ എവിടെ നിന്നാണെങ്കിലും സ്വീകരിക്കുക. ഈ നെൽസൺ മണ്ടേലയെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ദുഃഖത്തിൻ്റെ ഒരു കാലത്ത് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അകാരണമായിട്ട് ജയിലിൽ 10-17 വർഷങ്ങളൊക്കെ കിടന്ന് പുറത്തിറങ്ങുമ്പോൾ നെൽസൺ മണ്ടേല ഇങ്ങനെ പറയാണ്, എന്നെ ഉപദ്രവിച്ചവരോടുള്ള ദേഷ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കത്തുകയാണ്. എന്നെ ബുദ്ധിമുട്ടിച്ചവരോടുള്ള ആ അമർഷം മുഴുവൻ ഇങ്ങനെ കിടക്കുകയാണ്. അത് അനുഭവിച്ചൊരു കൂട്ടം ജനം മുഴുവനുണ്ട് അവിടെ. അവരുടെയൊക്കെ നേതാവായിട്ട് ഈ നെൽസൺ മണ്ടേല നിൽക്കുകയാണ്. മണ്ടേല അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉള്ളിൽ ദേഷ്യമുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ട്, ഉള്ളിൽ പകരം വീട്ടാൻ ആഗ്രഹമുണ്ട്, ഇവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സങ്കടത്തിനും ഈ അധപതനത്തിനും ഈ അടിമത്തത്തിനൊക്കെ കാരണമായ നമ്മളെ വിഷമിപ്പിച്ച് ഈ ആൾക്കാരെ കാണുമ്പോൾ പല്ല് കടിക്കാൻ തോന്നുന്നുണ്ട്. നെൽസൺ മണ്ടേല പറഞ്ഞൊരു കാര്യമാണ്, റിമെമ്പർ ടു സ്മൈൽ. ചിരിക്കാൻ മറന്നുപോയേക്കല്ലോ. ഉള്ളിങ്ങനെ തീ പൊള്ളുകയാണ്. നിങ്ങളിവിടെ ഇരിക്കുന്ന ആർക്കും അത്ര വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളൊന്നും ആയിരിക്കില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ വചനം കേട്ട് ദേഷ്യം വരുന്നുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒന്നും സന്തോഷിക്കാനില്ലോ എന്നത്. രോഗം, പീഡനം, പട്ടിണി, തെറ്റിദ്ധാരണകൾ എല്ലാം, ജോലിയില്ല, കടമോ, ദുരിതങ്ങളെല്ലാം ഉണ്ട്. കല്യാണം നടക്കുന്നില്ല, കുഞ്ഞുങ്ങളില്ല. എണ്ണി നിങ്ങൾ നോക്ക്. ഞങ്ങളുടെ ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ നിയോഗങ്ങൾ ചങ്ക് പൊട്ടിപ്പോകും. ചില സമയത്ത് വായിച്ച ദൈവമേ, ഇത്രമാത്രം വേദനയുള്ള മനുഷ്യരൊന്നും തീരെയല്ല, വായിച്ചാലും തീരെയല്ലാത്ത അത്രയും സങ്കടങ്ങൾ ഒറ്റയാളുടെ ലൈഫിൽ. ഞങ്ങൾ ഇവിടുന്ന് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് നിയോഗങ്ങൾ എഴുതാൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇവിടെ ഓരോ ധ്യാനം കഴിയുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള 7 ദിവസം വിശുദ്ധ കുർബാനയിൽ അൾത്താരയിൽ വെച്ചത് പ്രാർത്ഥിക്കും.
എല്ലാം എടുത്ത് ആരാധനയ്ക്ക് ഇരുന്ന് വൈദികരും മധ്യസ്ഥ പ്രാർത്ഥനയുള്ളവർ പ്രാർത്ഥിക്കും. ചില സമയത്തൊക്കെ ഒറ്റ പേജിൽ ദൈവമേ ഇത്രയും സങ്കടം അനുഭവിക്കാൻ എവിടെ സമയം, അത്രമാത്രം വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. ആശ്വസിപ്പിക്കാൻ ഒരാളില്ല എന്നുള്ള ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നു പോവാണ്. നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തീ പൊള്ളുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുകയായിരിക്കും. റിമെമ്പർ ടു സ്മൈൽ. ചിരിക്കാൻ മറന്നുപോലെ. മണ്ടേല പറഞ്ഞതുകൊണ്ടല്ല, അതിലും മണ്ടയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞുകൊണ്ടാണ്. കിട്ടുന്നുണ്ടോ? റിമെമ്പർ ടു സ്മൈൽ. ഇവിടെ നടക്കുന്ന ഒരു ധ്യാനമാണ്, ഹീൽ ധ്യാനം. മോനെ അതിൻ്റെ നോട്ട് ബുക്ക് ഒരെണ്ണം എടുത്തുകൊണ്ട് വരാം. ഹീൽ ധ്യാനത്തിൻ്റെ ഇവിടുന്ന് ഞങ്ങളൊരു നോട്ട് ബുക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നപ്പം പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു കവർ ചിത്രം, ആ നോട്ട് ആൾക്കാർ അത്തയിൽ എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. വചനവും ബോധ്യങ്ങളും ഒക്കെ ആ നോട്ട് ബുക്ക് എഴുതിയാൽ മതി എന്ന് പറഞ്ഞത് ഹീലിൽ കൂടുന്ന എല്ലാവരോടും. അതിൻ്റെ കവർ പേജിൽ ഒരു ഈശോയുണ്ട്, ഒരു ഈശോയുടെ ചിത്രമുണ്ട്. ക്രൂസിനായ ഈശോയും രൂപാന്തരിക്കപ്പെട്ട ഈശോയും ഉദ്ധാനം ചെയ്ത ഈശോയുടെ ഒക്കെ ചിത്രങ്ങൾ നമ്മളിവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഹീലിൻ്റെ ഒരു വലിയ തീമായിട്ട് ഞങ്ങൾ എടുത്തേക്കുന്നതാണ് നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു അച്ഛൻ CSSR സഭയിലെ പിന്നെ ബിജു മടത്തിക്കുന്നൽ അച്ഛൻ, സഭയുടെ നേരത്തെ പ്രൊവിൻഷ്യലൊക്കെയാണ്. അച്ഛൻ വരച്ചൊരു ചിത്രമാണ്, നിങ്ങൾ ഉറപ്പായിട്ടും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ സമയത്ത് ആൾക്കാർക്കൊരു മെമ്മൻ്റ്, ഒരു നന്ദി പ്രകാശനത്തിൻ്റെ കാർഡായിട്ട് കൊടുത്തത് ആ ഈശോയുടെ പടമായിരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇത് കാണാമായിരിക്കും അല്ലേ? കാണാമായിരിക്കുന്നത് ഞങ്ങളുടെ ഹീലിൻ്റെ നോട്ട് ബുക്കാണ്. ഇത്തരം അവർ നോട്ട് എഴുതുന്നത്. ഇത് എന്നാ വന്നാലും പുറകിൽ നമ്മുടെ ചേട്ടായി ഉണ്ട് കേട്ടോ, പൗലോസ്ലീഹ. ഈശോ ഇതെനിക്ക് ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബോബി ജോസ് ടിക്കാട് അച്ഛനെ അറിയായിരിക്കും. അച്ഛൻ്റെ അവിടുന്ന് ഇറങ്ങുന്ന ഒരു മാസികയുണ്ട്, ഒരു 5 രൂപ മാസികയാണ്. തിയോ മനീഷ് സ്നേഹി എന്ന് പറഞ്ഞൊരു കുഞ്ഞു മാസിക, 5 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് അത് സ്ഥിരമായിട്ട് വരുത്തുമായിരുന്നു. ആന്ധ്രാപ്രദേശിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് പോസ്റ്റിൽ മാസത്തിൽ ഒരിക്കലും അത് വരും. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുഖമില്ലാത്തൊരു ദിവസം, അത്ര സുഖമല്ലാത്തൊരു ദിവസങ്ങളിൽ എൻ്റെ പോസ്റ്റിൽ വന്ന ആ തിയോ മനീഷ് സ്നേഹിയുടെ അന്നത്തെ കവറ് ഈ ചിത്രമായിരുന്നു. ഞാനത് എന്തോ തോന്നിയിട്ട് ഞാൻ അവിടെയുള്ള ഒരു ലാമിനേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അത് ലാമിനേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോഴും അതെൻ്റെ മുറിയിലുണ്ട്, അതങ്ങനെ തന്നെ. എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, ഞാനൊരു സങ്കടമായിട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനെ, ഇതല്ല, ഇതിൻ്റെ അപ്പുറം സഹിച്ചവനാണ് ഞാൻ, ഇത് സഹിക്കാൻ, നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചോടുള്ളൊരു ആശ്വാസം. ഇനി നമ്മളെല്ലാം നേടി എന്നൊക്കെ പറഞ്ഞ് നല്ല അഹങ്കാരത്തിലൊക്കെ നിന്ന് എല്ലാം ഓക്കെ ആണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈശോ ഒരു ചിരിയാണ്. നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു ഈശോയാണ്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഈശോ. നമുക്ക് ചിരിക്കാൻ തീരെ പറ്റുന്നില്ലാത്തൊരു സമയം റിമെമ്പർ ടു സ്മൈൽ. വീണ്ടും പറയുന്നു, നെൽസൺ മണ്ടേല പറഞ്ഞതുകൊണ്ടല്ല, നമ്മുടെ മണ്ടയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞുകൊണ്ട് റിമെമ്പർ ടു സ്മൈൽ. കാരണം ഈശോ ആശ്വസിപ്പിക്കാൻ ഇവിടെ ഉള്ള ഒരാൾക്ക് എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? ഉള്ളിലുണ്ട് ഈ സങ്കടം. ആരോടും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ വാതിലൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങൾ ചോദിച്ചതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അത് അവൻ ആ അഡ്രസ്സൊക്കെ വെച്ചാണ് എനിക്ക് തന്നത്. 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. വെച്ച് പരീക്ഷ റിസൾട്ടൊക്കെ വരികയല്ലേ, അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്തൊരു കരിയർ ഓപ്ഷന് വേണ്ടി +2ൻ്റെ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം, ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും. കാരണം ആദ്യത്തെ ലൈൻ, അച്ഛാ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, നിയോഗം കൈ കിട്ടിയായിരുന്നേ ഞാൻ മൂക്കിലിട്ടൊരു ഇടി കൊടുത്താനെ, അച്ഛൻ എനിക്കൊരു പെങ്കൊച്ചിന് ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. അത് അച്ഛനോട് പറയാൻ തയ്യാറായല്ലോ, വെരി ഗുഡ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്, അവളോട് പറയാൻ ഒരു വചനം പറഞ്ഞു തരാമെന്ന്. ഏടാ എന്നെ പറഞ്ഞു കൊടുക്കണ്ടേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ, 10ാം ക്ലാസ് എല്ലാം അവിടെ നിൽക്കട്ടെ. ഗേൾഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കൊരു വചനം. അവൻ്റെ നിഷ്കളങ്കതയെ ഞാൻ സ്തുതിക്കുന്നു, എന്നാലും എന്നോടത് ചോദിക്കാൻ തോന്നുന്നില്ലല്ലേ? ഒരു ബംഗാളി പോലും ഇല്ലാത്ത എന്നോട് ചോദിക്കാൻ തോന്നുന്നില്ല. എൻ്റെ ഗേൾഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കൊരു വചനം. ചിലപ്പോൾ ഇങ്ങനത്തെ ചില കുഞ്ഞു നിയോഗങ്ങൾ അവനെ സംബന്ധിച്ചത് വലുതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും പോയി പറയണത്. ഉള്ളിങ്ങനെ സങ്കടപ്പെടുമായിരിക്കും. അവൻ്റെ സങ്കടം തന്നെയാണ്, അയ്യോ എൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയാൻ എനിക്കൊരു വചനമില്ലല്ലോ. അതൊന്നും അല്ല അവൻ്റെ സങ്കടം. അവന് നല്ല അടികില്ലാത്തതാണ് അവൻ്റെ സങ്കടം. നമ്മുടെ ഈ ഉള്ളിൽ ഇങ്ങനെ നീറിപ്പോകുകയായിരിക്കും മക്കളെ. ഈ കുഞ്ഞു പയ്യൻ്റെ ഒരു സങ്കടം, ഒരു വേദന. എന്തോരം മെസ്സേജുകൾ ഞാൻ കാണുന്നു ഓരോ ദിവസവും, എന്തോരം ഇമെയിലുകൾ കാണുന്നു. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയോഗങ്ങൾ എന്തോരം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സങ്കടം കൊണ്ട് നടക്കുകയാണ് നമ്മളെല്ലാവരും. റിമെമ്പർ ടു സ്മൈൽ. കാരണം ആശ്വസിപ്പിക്കുന്ന കർത്താവ് കൂടെ തന്നെ ഉണ്ട്. ആ കർത്താവ് നിസ്സാരനല്ല, ശക്തനായ ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. അയ്യോ, ഞാനൊരു വചനം പറയാൻ മറന്നുപോയി. 62ാം സങ്കീർത്തനം ഒന്നും കൂടെ എടുക്കാമോ? നമ്മൾ വായിച്ച് ആരംഭിച്ച ആ സങ്കീർത്തനം ഒന്നും എടുത്തേ. അതൊരു വല്ലാത്ത മറവിയായിപ്പോയല്ലോ. 62ാം സങ്കീർത്തനം അതിൻ്റെ 11ാമത്തെ വാക്യം. വളരെ ശക്തമായൊരു കാര്യം ഇവിടെ കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ഈ സങ്കീർത്തകൻ ദാവീദ് പറഞ്ഞു തരുന്നുണ്ട്, ദൈവമേ ഇത് ഉള്ളിലോട്ട് കയറിയാൽ മതി, നിങ്ങൾക്ക് പുഞ്ചിരി തന്നെ വരും. 62ാം സങ്കീർത്തനത്തിൻ്റെ 11ാമത്തെ വാക്യം ഉറക്കെ വായിക്കാമോ?
വചനം ഇങ്ങനെയാണ്, ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. അതെന്നാ സംഭവം എന്നൊന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ദൈവം ഒറ്റ തവണ പറഞ്ഞു, 2 തവണ കേട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെ പിടികിട്ടണം. കർത്താവ് സംസാരിച്ചു, അച്ഛൻ ഇപ്പം ഇത് സംസാരിക്കുന്നു, നിങ്ങൾ എത്ര തവണ കേൾക്കുന്നുണ്ട്? 2 തവണ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം പിടിക്കണം. ഒന്ന്, നിങ്ങളുടെ ചെവി കേട്ടു, അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആണെങ്കിൽ, ഇത് ഫലം ചൂടണമെങ്കിൽ 2ാമത് കേൾക്കണം. എവിടെ കേൾക്കണം? ഹൃദയത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ നമ്മുടെ അപ്പോസ്തല പ്രവർത്തനത്തൊക്കെ കാണുന്നുണ്ട്, ലീദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തു കർത്താവിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടി. കിട്ടുന്നുണ്ടോ? നിങ്ങളിപ്പോൾ വായിക്കുന്ന വചനഭാഗം, നിങ്ങളൊരു ധ്യാനം കൂടുമ്പോൾ, നിങ്ങൾ ഓൺലൈനിൽ ഒരു ശുശ്രൂഷ കൂടുമ്പോൾ 2 തവണ കേൾക്കണം. കാരണം സംസാരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ചെവിയിലോട്ട് മാത്രമല്ല, അത് കയറേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. കർത്താവ് 1 തവണ സംസാരിച്ചു, 2 തവണ ഞാനത് കേട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ പറഞ്ഞേക്കുന്നത് നോക്ക്, ശക്തി ദൈവത്തിൻ്റെതാണ്. എന്തൊരു പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓർത്ത് നോക്ക്. ദൈവം ഒറ്റ തവണ പറഞ്ഞു, 2 തവണ ഞാനത് കേട്ടു. കേട്ട ശബ്ദം ഇതാണ്, ശക്തി ദൈവത്തിൻ്റെതാണ്. ദ പവർ ബിലോങ്സ് ടു ഗാഡ്. തോറ്റ് നിൽക്കുകയാണ്. ശക്തി ദൈവത്തിൻ്റെതാണ്. 2 30 തവണ കേട്ടു. കടം കയറി മുടിഞ്ഞു നിൽക്കുകയാണ്, തോറ്റ് നിൽക്കുകയാണ്, സഹായിക്കാൻ ആരുമില്ലാതെ നിൽക്കുകയാണ്. നിങ്ങളൊരു പാപത്തിൻ്റെ പടുകുഴിപ്പെട്ട് നിങ്ങളുടെ ശക്തി മുഴുവൻ ചോർന്ന് നിൽക്കുകയാണ്. നിൽക്കിനി എങ്ങോട്ട് പോകണം എന്നറിഞ്ഞുകൂടാ, നിരാശയുടെ പട്ടിവാതിക്കെ നിൽക്കുകയായിരിക്കും. റിമെമ്പർ, ശക്തി ദൈവത്തിൻ്റെതാണ്. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഓർത്തോണം, ഇത് തകർക്കാൻ ശ്രമിക്കുന്ന സകല മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ അവരെ ഒന്നും വെല്ലുവിളിക്കാൻ പോകണ്ട. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുവായുധം എന്തുണ്ട് കയ്യിൽ നിന്ന് തപ്പി നടക്കണ്ട. ഒറ്റ ബോധം, ആ ബോധമാണ് നിങ്ങളുടെ ആയുധം. ആ ബോധം ഇതാണ്, ശക്തി ദൈവത്തിൻ്റെതാണ്. എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന പിശാചേ, നിന്റെ അല്ല. എനിക്കെതിരെ ദുരാരോപണങ്ങൾ പറഞ്ഞു പരത്തിയവരെ നിങ്ങളുടേതല്ല. എൻ്റെ നാശം ആഗ്രഹിച്ചവരെ നിങ്ങളുടേതല്ല. എന്നെ തകർക്കാൻ ശ്രമിച്ച കടമയെ, രോഗമേ, വേദനയെ, തെറ്റിദ്ധാരണയെ, ഒറ്റുകൊടുക്കലേ, ശക്തി നിങ്ങളുടേതല്ല, ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവ് ഒറ്റ തവണ പറഞ്ഞു, 2 തവണ ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ദൈവത്തിൻ്റെതാണ്. പൗലോസ് നമ്മളോട് പറഞ്ഞു തരും. പൗലോസിയുടെ ഒരു വാക്ക് കടമെടുത്താൽ 2 കൊറിന്തോസ് 4-ാമത്തെ അധ്യായം എടുക്കാമോ? 2 കൊറിന്ത്യൻസ്. നമുക്കിന്ന് കൊറിന്തോസ് ലേഖനത്തിൽ കൂടെ തന്നെ കുറച്ചധികം മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 2 കൊറിന്തോസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7 എടുക്കാമോ? അയച്ചേ. 2 കൊറിന്തോസ് 4:7. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രത്തിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ശക്തി ആരുടേതാണ്? ദൈവത്തിൻ്റെ. പരമമായ ശക്തി ദൈവത്തിൻ്റേത് മാത്രമാണ്. അതെപ്പോഴും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഈ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തി കളഞ്ഞ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ അയാൾ കേക്ക്. നിങ്ങളുടെ സമാധാനം കെടുത്തിക്കളഞ്ഞ ഒരാളുണ്ടാവും. നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ സമാധാനം ഉള്ള ഒരു യാത്രയെ തടസ്സപ്പെടുത്തിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചില കുഴപ്പങ്ങളായിരിക്കാം, നിങ്ങളുടെ പാപങ്ങളായിരിക്കാം. ഈ നിധി തട്ടിത്തെറിപ്പിച്ച് പൊട്ടിച്ച് കളയാൻ പറ്റുന്ന കുറേ ആളുകൾ, സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കാം. അതിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ തോറ്റ് നിൽക്കുന്നവരോടാ അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ ശക്തി ചോർന്നു. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. മറന്നുപോയേക്കല്ലേ സങ്കീർത്തനം 62:11, 2 കൊരിന്തോസ് 4:7. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് നമ്മൾ മുമ്പ് പറഞ്ഞു വന്നതാണ്, ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ശക്തനായൊരു ദൈവം നമ്മുടെ മുകളിലുണ്ട്, നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, റിമെമ്പർ ടു സ്മൈൽ. ചിരിച്ചോണം. ആ ശത്രുക്കളുടെ മുമ്പിൽ, ആ തകർച്ചകളുടെ മുമ്പിൽ, ആ രോഗത്തിൻ്റെയും പട്ടിണിയുടെയും കടബാധിതയുടെയും ജോലിയില്ലാത്ത അവസ്ഥയുടെയും സ്വപ്നങ്ങൾ തവിടുപൊടിയായി പോയ ആ സാഹചര്യങ്ങളുടെ മുമ്പിൽ റിമെമ്പർ ടു സ്മൈൽ. ചിരിച്ചോണം. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. പ്രതീക്ഷ കളയരുത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു പുസ്തകത്തിൽ കണ്ട ഒരു വരി ഇങ്ങനെയാണ്, പ്രതീക്ഷ ഒരു കനലാണ്. പ്രതീക്ഷ ഒരു കനലാണ്. രാംബർ ഒരു കനൽ. അത് കെടുത്തിക്കളയാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വരും. ഈ പ്രതീക്ഷ, നിങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ കെടുത്തിക്കളയാൻ പോലും ഒത്തിരി സംഭവങ്ങൾ സംഭവിക്കും, ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. ആ സങ്കടങ്ങൾ വരുമ്പോൾ, ആ തോൽവികൾ വരുമ്പോൾ, ആ ശ്വാസം മുട്ടിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യർ കരഞ്ഞു പോവും. കണ്ണുനീര് വരും. ആ കണ്ണുനീര് വീണ് ഈ കനൽ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രതീക്ഷ ഇതാണ്, എൻ്റെ ഈശോയിലുള്ള പ്രതീക്ഷ. ഇതാ പുസ്തകത്തിലുള്ളതല്ല, ഈശോയിലുള്ള പ്രതീക്ഷയുടെ പ്രത്യേകത ഇതാണ്, കണ്ണുനീര് വീഴുന്തോറും ആ കനൽ ആളിക്കത്തിക്കൊണ്ടിരിക്കും. കണ്ണുനീര് വീഴുന്തോറും ആ കനൽ ആളിക്കത്തിക്കൊണ്ടിരിക്കും.
നിങ്ങളെ പൊള്ളിക്കുന്നുണ്ടാകും, എരിയിച്ച് കളയുന്നുണ്ടാകും. നിങ്ങളെ ശ്വാസം മുട്ടിച്ച് ഒരു നിലത്തിരുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഈ ഈ സങ്കടം ഇങ്ങനെ വരുന്നുണ്ടാകും. പക്ഷേ പ്രതീക്ഷയാവുന്ന കനൽ, കണ്ണുനീര് വീണാൽ ആളിക്കത്തുന്ന ആ കനൽ അത് കളഞ്ഞേക്കരുത്. അതുള്ള ആള് ഷീ വിൽ ബി സ്മൈലിങ്. കർത്താവ് തന്നൊരു ആനന്ദത്തിൽ, സന്തോഷത്തോടെ ഇരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പൗലോസ്ലിയുടെ ലൈഫിനോട് ചേർത്ത് ആണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. പൗലോസ്ലിയെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഒരുപാട് സഹനങ്ങൾ, വേദനകളൊക്കെ വന്ന സമയത്തും പൗലോസ്ലിയെ പറഞ്ഞത് ഞാൻ സങ്കടപ്പെടുന്നു, ഞാൻ പരാതിപ്പെടുന്നു, ഞാൻ കരയുന്നു എന്നല്ല. പൗലോസ്ലിയെ ഉപയോഗിച്ച വാക്കാണ് നമ്മുടെ മുമ്പിലൊക്കെ ഒരു വെല്ലുവിളി പോലെ. പൗലോസ്ലിയെ പറയാണ്, ഞാൻ അഭിമാനിക്കുന്നു. വേദന വന്നു, സങ്കടം വന്നു, ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങളാരെങ്കിലും അഭിമാനിക്കുമോ? ഞാൻ അഭിമാനിക്കുമോ? ഒരു സങ്കടം വന്നാൽ, രോഗം വന്നാൽ? പൗലോസിലെ അഭിമാനിക്കാനുള്ള കാരണം, ഞാനിത് ആരുടെ കൂടെയാണ് സഹിക്കുന്നത്? ഈശോയുടെ കൂടെയാണ്. ഞാൻ ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റുകയാണ്. എൻ്റെ സഹനത്തിൽ ഈശോയും ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സഹനത്തിൽ, ഈ പട്ടിണിയിൽ, ഈ വാളിൽ, ഈ ദുരിതത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഐ എം പ്രൗഡ് ഓഫ് മൈ പെയിൻ. എൻ്റെ വേദനകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 6-ാമത്തെ അധ്യായം, 2 കൊരിന്തോസ് 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, 2 കൊരിന്തോസ് 6:8 ആ വചനമാണ് നമ്മളിപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളത്. 4 മുതൽ വായിച്ചാൽ പൗലോസിലെ അനുഭവിച്ച കുറേ പീഡനങ്ങളെക്കുറിച്ച് കാണാം. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്തോസ് 6:8. ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്ന് വെച്ചാൽ നല്ലത് സംഭവിച്ചാലും ചീത്ത സംഭവിച്ചാലും, ബഹുമാനം കിട്ടിയാലും അപമാനം കിട്ടിയാലും, നല്ല പേര് വന്നാലും ചീത്തപ്പേര് വന്നാലും, ഞങ്ങൾ ആരിൽ അഭിമാനിക്കുന്നു? ഈശോയിൽ അഭിമാനിക്കുന്നു. പൗലോസ് അതിന് മുമ്പ് പറയുന്നുണ്ട്, എനിക്ക് പട്ടിണി ഉണ്ടായി, 39 അടി കൊണ്ടു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു, കപ്പൽ ഛേദമുണ്ടായി, ഒരുപാടുണ്ടായി. പക്ഷേ ഞാൻ ആരിൽ അഭിമാനിക്കുന്നു? ഈശോയിൽ. ഈ സഹനത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. മറ്റൊരു വചനഭാഗം എടുത്തേ, 11-ാമത്തെ അധ്യായം, 2 കൊരിന്തോസ് 11-ാമത്തെ അധ്യായം അതിൻ്റെ, അത് വായിച്ചാൽ ചിലപ്പോൾ കരഞ്ഞു പോകും, മുഴുവൻ വായിക്കേണ്ട. 27-ാമത്തെ വാക്യം, 27ഉം 28ഉം വാക്യങ്ങൾ വായിച്ചേ. 2 കൊരിന്തോസ് 11 അതിൻ്റെ 27, 28 വാക്യങ്ങൾ അവർക്ക് വായിക്കാം. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ മുമ്പ് ഭാഗത്ത് ഇങ്ങനെ ഒത്തിരി സഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ അവസാനം ഇങ്ങനെയാണ്, 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യം പൗലോസിൽ ഇങ്ങനെ പറയും, അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും, ചേർന്ന് വായിക്കാവോ? അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. മുമ്പേ പൗലോസിലെ പറഞ്ഞു, ഞാൻ എൻ്റെ പീഡനങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടെ പൗലോസിലെ മറ്റൊരു വാക്കുപയോഗിക്കുകയാണ്, ഈ സഹനത്തിൽ, വേദനയിലെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി ഹാപ്പിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട വലിയൊരു കാര്യം ഇതാണ്. എന്തായാലും നിങ്ങളിവിടെ ഈ ധ്യാനം കൂടിയാലും ധ്യാനം കൂടിയില്ലേലും, വചനം വായിച്ചാലും ഇല്ലേലും നിങ്ങൾക്ക് സങ്കടങ്ങളൊക്കെ വരും. ശരിയാണോ? അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും സഹനങ്ങളൊക്കെ വരും. പക്ഷേ ഒരു സന്തുഷ്ടി, ഒരു ആനന്ദം, ആ സ്മൈല് പോകാണ്ടിരിക്കണമെങ്കിൽ ആരുടെ കൂടെ വേണം ഈ സഹനത്തെ ഏറ്റെടുക്കാൻ? ഈശോയുടെ കൂടെ. ഈശോയുടെ കൂടെ. പ്രാർത്ഥിക്കാത്തവൻ, നേരത്തെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാത്തവനുണ്ട്, പ്രാർത്ഥിക്കുന്നവന് സഹനമുണ്ട്. പക്ഷേ നമുക്കുള്ളൊരു വലിയ സന്തോഷം ഈ സ്മൈല് വിട്ടു പോകാതിരിക്കണമെങ്കിൽ ആര് കൂടെ ഉണ്ടെന്നുള്ള ബോധം വേണം. ആശ്വസിപ്പിക്കുന്ന കർത്താവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാരുടെ ലൈഫൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പോൾ തന്നെ ആദ്യമ സഭയിലെ ഈ അപ്പോസ്തലന്മാരൊക്കെ വലിയ സഹനങ്ങൾ ഉണ്ടായ സമയത്ത് അവർ കള്ളത്തരം കാണിച്ചതിൻ്റെ പേരിലല്ല, അവരെന്തെങ്കിലും തോന്നിയാസം കാണിച്ചതിൻ്റെ പേരിലല്ല, അവർ സഹിച്ചത് മുഴുവൻ ഈശോയെ പ്രഘോഷിച്ചതിൻ്റെ പേരിലാണ്. നമുക്കിപ്പോൾ അങ്ങനത്തെ വലിയ പീഡനങ്ങളൊന്നും വന്നിട്ടില്ല. ഉണ്ടോ? ഇവിടെ നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് വചനം കേൾക്കാം, എനിക്ക് വചനം പറഞ്ഞുകൊണ്ടിരിക്കാം. ആരെയും തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. മാക്സിമം പോയാൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും, അത്രേ ഉള്ളൂ. മാക്സിമം പോയാൽ ഈ ടോക്ക് കേൾക്കാണ്ടിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നും വരാനില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. നമ്മളതുകൊണ്ട് നല്ല സൂപ്പർ സ്റ്റാർ ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ നിൽക്കുന്നുമുണ്ട്, നല്ല സൂപ്പർ സ്റ്റാർ അച്ഛനായിട്ട് ഇവിടെ നിൽക്കുന്നുമുണ്ട്. നമ്മൾ അടി കൊണ്ടിട്ടില്ല, നമ്മൾ ഭീഷണി നേരിട്ടിട്ടുമില്ല. നല്ല സുഖമാണ് ഈ കേരളത്തിൽ നിന്നിങ്ങനെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കാൻ, ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന്, ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പ്രഘോഷിച്ചുകൊണ്ടിരിക്കാനും. പൗലോസിലെ എങ്ങനെയായിരുന്നു? പൗലോസിലെ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കി നടക്കല്ലായിരുന്നു, ഈശോയെ മാത്രം നോക്കി നടക്കായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തി. ഒപ്പം തന്നെ അതികഠിനമായ പീഡനങ്ങളും. നമുക്ക് ബാക്കിയെല്ലാം നമ്മളിങ്ങനെ വചന പ്രഘോഷിക്കുക. ചിലപ്പോൾ ഞാൻ സെൽഫ് ക്രിറ്റിസിസമായിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും
വളരെ കംഫർട്ടബിളായ വചനം കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ പീഡനങ്ങളൊന്നും വന്നിട്ടില്ല, സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല. പൗലോസ്ലീഹ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ല വചനം പ്രഘോഷിക്കുന്നത്, അതികഠിനമായ പീഡകളുടെ നടുക്കുന്നുകൊണ്ടാണ്. എല്ലാ അപ്പസ്തോലന്മാരും അതാ ചെയ്ത്. വേണം ഇട്ട് എറിഞ്ഞു പോകായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ പറയുന്ന ഈ വചനത്തിൻ്റെ പേരിൽ എന്നെ കളിയാക്കിയാൽ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ മടുപ്പും വന്നേക്കാം. ശരിയാണോ? വന്നേക്കാം. എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. 2019 എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഇത് നിനക്ക് വേണ്ടിയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്നെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു പൊട്ട ആത്മീയത അന്ന് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്കിത് സംഭവിച്ചേക്കാം. ഇത് പല രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, നീ തന്നില്ല, എന്നാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ആവശ്യം നടക്കുന്നത് വരെ ഈ കാര്യത്തെ മുറുകെ പിടിച്ച് ആവശ്യം നടന്നു കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞ ഒരാൾ ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. സങ്കടം വരുമ്പോൾ മാത്രം ഓടിച്ചെന്ന് തുറക്കുന്ന ഒരു അലമാരിയായിട്ട് ഈശോയെ കണ്ടു വെച്ച ഒരാൾക്കാർ നമ്മളൊക്കെ ഉണ്ടാവും. അതിനകത്ത് പീഡനങ്ങൾ വന്നിട്ടില്ല, സഹനങ്ങൾ വന്നിട്ടില്ല, ശരിക്കുള്ള സഹനങ്ങൾ വന്നിട്ടില്ല. നമ്മൾ ഈ കടത്തെ രോഗത്തെ പരീക്ഷ തോറ്റുപോയത്, തേപ്പ് കിട്ടിയതിനെയൊക്കെ സഹനം എന്ന് പറയാണ്. പൗലോസ്ലീഹ ഒന്നും ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ല സന്തുഷ്ടിയിൽ അഭിമാനിച്ചുകൊണ്ട് നിന്നത്, ഈശോയുടെ പേരിൽ പീഡനം അനുഭവിച്ചതിൻ്റെ പേരിലാണ്. നമുക്കത് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആത്മീയത, ഈ സ്പിരിച്വാലിറ്റി നമുക്ക് മനസ്സിലാവില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കംഫർട്ടബിളാണ് ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ. തൊണ്ട പൊട്ടുന്ന സമയത്ത് ജിൻസച്ചാ, ഈ ആൾക്കാർ മുഴുവൻ എതിരെ നിൽക്കുന്ന സമയത്ത് ജിൻസച്ചാ ഈ സുവിശേഷം പ്രഘോഷിക്കാവോ? കിട്ടുന്നുണ്ടോ? നമുക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഓർത്തണം. അത്ര കംഫർട്ടബിളായ സിറ്റുവേഷൻ. നിങ്ങൾക്ക് എവിടെ വേണേലും പോയി വചനം കേൾക്കാം, എങ്ങനെയുള്ള ധ്യാനങ്ങളും കൂടാം, എങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ഓൺലൈൻ ഒക്കെ ഒത്തിരി ശുശ്രൂഷ ഉള്ളതുകൊണ്ട് എന്നെ വേണേലും ചൂസ് ചെയ്യാം. വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ സോഫാ സെറ്റിൽ ഇരുന്ന് നമുക്ക് ഈ വചനം കേൾക്കാം. പക്ഷേ ഒരു പീഡനം വരുമ്പോഴോ, ഇപ്പം ഈ കടത്തിൽ, ഇപ്പം ഈ രോഗത്തിൽ, ഈ ജോലിയില്ലായ്മയിൽ എങ്ങനെയാണ്? നാളെ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പീഡനം വന്നാൽ നിങ്ങൾ എത്ര പേരുണ്ടാവും മക്കളെ? സത്യമായിട്ട് എത്ര പേരുണ്ടാവും? സഭ ഇതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സഭാധികാരികൾ ഇതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പരിശ്രമിച്ചോട്ടെ, പ്ലീസ് പരിശ്രമിച്ചോട്ടെ. കാരണം ഇത് വരും. ഞാൻ ഈ പറഞ്ഞത് കടത്തിൻ്റെയും രോഗത്തിൻ്റെയും വേദനയുടെയും പീഡനങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം നിങ്ങളതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്തൊരു വിഷമാണ് വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സമയം. ഇപ്പം തന്നെ എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കിയേ. സെൽഫ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈശോയെ സിമ്പിളായിട്ട് തള്ളി പറയുമോ എന്ന്. ഈ അപ്പസ്തോലന്മാർ പൗലോസ്ലീഹയൊക്കെ ചെയ്തതെന്നറിയോ? ഈശോയുടെ നാമത്തിൻ്റെ പേരിൽ പീഡ അനുഭവിക്കേണ്ടി വന്നതിൽ അവർ ആനന്ദിച്ചു. അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ക്രിസ്തുമതം. വചനം തിരിച്ചും മറിച്ചും എഴുതിയതല്ല. ആ വചനം 1000 തവണ എഴുതിയതല്ല. 10 വചനങ്ങളെ കാണാപ്പാടം പഠിച്ചതല്ല. 5 കൺവെൻഷൻ നടത്തിയതല്ല. ഈ പീഡനം വരുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ആനന്ദിക്കാൻ, ഒന്ന് സ്മൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ക്രിസ്ത്യാനി. കിട്ടുന്നുണ്ടോ? അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 5-ാമത്തെ അധ്യായം എടുക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായം. ആദ്യത്തെ ശിഷ്യന്മാർ, ഈശോയുടെ അപ്പസ്തോലിക സഭ, ഈശോയെ മനസ്സിലായ, ഈശോയുടെ കൂടെ നിന്ന് ആ ചൂട് മനസ്സിലാക്കിയ സഭ, പീഡനങ്ങൾ വന്നപ്പോൾ, സങ്കടങ്ങൾ വന്നപ്പോൾ ചെയ്തൊരു കാര്യമാണ്. 5-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. 5:41 ഉറക്കെ വായിക്കാവോ? അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അവരെ തെറ്റിദ്ധരിച്ചവരെ, അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ, അവരെ കൊല്ലാൻ അധികാരമുള്ളവരുടെ മുമ്പിൽ അവർ ചിരിച്ചുകൊണ്ട് നിന്നു. ഈശോയുടെ നാമത്തിൻ്റെ പേരിൽ പീഡനം സഹിക്കാൻ പറ്റിയതിൽ. നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു പീഡനങ്ങൾ ഉണ്ടാവുന്നില്ല. ആ കംഫർട്ടിൽ നിൽക്കുമ്പോൾ ഓർത്തേക്കണം, ഇന്നുള്ള സഹനങ്ങൾ, ഈ ഭൂമി ജീവിതം തന്നിലുള്ള സഹനങ്ങൾ, കടമോ രോഗമോ വേദനയോ എന്തോ ആവട്ടെ, അത് ആരുടെ കൂടെ സഹിക്കണം? ആരുടെ കൂടെ സഹിക്കണം? ഈശോയുടെ കൂടെ. അങ്ങനെ സഹിക്കാൻ പറ്റിയാൽ ആ കടത്തിലും ആ രോഗത്തിലും വേദനയിലും നിങ്ങൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും ഒരു പുഞ്ചിരി വിടർത്താനും നിങ്ങൾക്ക് പറ്റും. കിട്ടുന്നുണ്ടോ? എന്നാൽ ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് നോക്കണം. പക്ഷേ ഇന്ന് ഈ സഹനം വരുന്ന സമയത്ത് നമുക്ക് ഈശോയുടെ കൂടെ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റണം. ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, സഹായിക്കുന്ന കർത്താവ്, ആ സഹായമായ ദൈവം കൂടെയുണ്ടെന്നുള്ളത് മറന്നു പോയേക്കല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു വചനഭാഗം ഇങ്ങനെയുണ്ട്. 2 മക്കബായർ 8:23. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലിയാസറിനെ നിയമിച്ചു, സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാള വാക്കും നൽകി. വാക്കെന്താണ്? സഹായം ദൈവത്തിൽ നിന്ന്. ദ ഹെൽപ്പ് കംസ് ഫ്രം ഗോഡ്. ആ അടയാള വാക്ക് എന്നാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എന്താ വാക്കെന്നറിയോ? അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടില്ല. എലിയാസർ എന്ന ആൾ വചനം വായിക്കുന്നു, ഒരടയാള വാക്ക് കിട്ടി. എന്ത്? ദൈവം സഹായിക്കും. ഗോഡ് ഈസ് അവർ ഹെൽപ്പ്. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലിയാസറിനെ നിയമിച്ചു, സഹായം ദൈവത്തിൽ നിന്നുള്ള അടയാള വാക്കും
ലഭിച്ചു. അത് എന്നാന്നൊന്ന് പെട്ടെന്ന് വായിച്ചപ്പോൾ മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്. എന്നാന്ന് പിടിയിട്ടില്ലോ. പിടികിട്ടാത്തപ്പോൾ എന്നാ ചെയ്യണം? പഠിക്കാൻ നോക്കണം. പഠിച്ചപ്പോൾ മനസ്സിലായതാണ് ഏലിയാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: സഹായം ദൈവത്തിൽ നിന്ന്. സഹായം ദൈവത്തിൽ നിന്ന്. എലിയാസർ വിശുദ്ധത്തിൻ്റെ ഒരു ഭാഷ്യത്തിൽ നിങ്ങൾ കണ്ടു. എലിയാസറിൻ്റെ മറ്റൊരു പേരാണ് അവറാൻ. അങ്ങനെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഇവിടെ? അവറാൻ അബ്രഹാമിൻ്റെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നു. പക്ഷേ ബൈബിൾ അങ്ങനെ ഒരു വാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്, എലിയാസറിൻ്റെ മറ്റൊരു പേര് അവറാൻ. ആ പേരിനെ കുറിച്ചല്ല, അതിൻ്റെ അർത്ഥം ഇതാണ്: സഹായം ദൈവത്തിൽ നിന്ന്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമിനോടൊക്കെ ചേർത്ത് ചിന്തിക്കണം. സങ്കീർത്തനം 62:11 നമ്മൾ വായിച്ചു, ശക്തി ദൈവത്തിൻ്റെതാണ്. പൗലോസ്ലീഹ പറഞ്ഞു, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ഇത് 2 മക്കബായർ 8:21 പറയാണ്, സഹായം ദൈവത്തിൽ നിന്ന്. എലിയാസർ ആ വാക്ക് തന്നെ ഒരു അടയാളമായിട്ട് തന്നേക്കാണ്. ദൈവം സഹായിക്കും, ദൈവം സഹായിച്ചു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം പൗലോസ്ലീഹ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ വേദനയിൽ ആനന്ദിക്കണമെന്നും പുഞ്ചിരിക്കണമെന്നും സഹനങ്ങളിൽ പിടിച്ചു നിന്ന് അഭിമാനിക്കണമെന്നും ക്രിസ്തുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു ആത്മീയ രഹസ്യം കൂടെ എൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. ആ ആത്മീയ രഹസ്യം കൂടെ മനസ്സിലായാൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പോവാം. നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ ഒന്ന് എത്തിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാഷണൽ പെർമിറ്റ് ലോറി പോലെ പതുക്കെ കയറ്റം കയറിക്കൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്ക് തരേണ്ട ഗിഫ്റ്റ് ഇവിടെ നിൽക്കുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നല്ലതാണ്. മനസ്സിലാക്കിയെടുത്താൽ എൻ്റെ ഈ സമയം ധന്യമായി, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഈ മണിക്കൂറും ധന്യമായി. നമ്മൾ ആ സഹനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സഹനങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് പൗലോസ്ലീഹ പറയുകയാണെങ്കിൽ ഇത് അഭിമാനിക്കണം, ഇതിൽ പിടിച്ചു നിൽക്കണം, ഇത് ഈശോയോട് ചേർന്ന് അതിജീവിക്കണം. ഇതെങ്ങനെയാണ് പൗലോസ്ലീഹയ്ക്ക് അതിജീവിക്കാൻ പറ്റിയത്? അല്ലെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് തീർന്നു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊള്ളാം, പൗലോസ്ലീഹ അടിപൊളിയാണ് എന്ന് ചിന്തിക്കും. പക്ഷെ പൗലോസ്ലീഹയ്ക്ക് ഇത് അതിജീവിക്കാൻ, പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടിയ ഒരു ബോധവും കൂടി ഉണ്ടാകും. ആ ബോധം അടികിട്ടുന്നുണ്ട്, വേദനയുണ്ട്, കാരാഗൃഹത്തിലൊക്കെയാണ്. ഈശോയോട് ചേർന്ന് ഞാൻ ഇതൊക്കെ സഹിക്കുകയാണ്. വൈ? എന്തിനാ സഹിച്ചുകൊണ്ടിരിക്കണേ? ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റാണോ? അല്ലേ? ഇതൊക്കെ ബോധമാണ്, ഇതൊക്കെ നമുക്ക് കിട്ടിയ ബോധ്യമാണ്. ഞാൻ സഹിക്കുമ്പോൾ ഞാൻ എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. പക്ഷേ ദ പെയിൻ ഈസ് റിയൽ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സങ്കടം മാറിയിട്ടില്ല, നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല മക്കളെ, നിങ്ങളുടെ കടം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിടിച്ചു നിൽക്കണം എന്നൊക്കെ പൗലോസ്ലീഹ കടമെടുത്തുകൊണ്ട് അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ ആശ്വസിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ വാക്ക് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞത് 2 തവണ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ ഇത് 1000 തവണ കേട്ടു. 39 അടികൾ വീടുമ്പോഴും, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും, കപ്പൽ ഛേദം ഉണ്ടാകുമ്പോഴും, പാമ്പ് കയ്യെ ചുറ്റുമ്പോഴും, തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും, നാട് കടത്തപ്പെടുമ്പോഴും എല്ലാം പൗലോസ്ലീഹ ഇത് ആവർത്തിച്ച് കേട്ടു. ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ക്രിസ്തുവിൽ. പിടിച്ചു നിൽക്കാൻ ശക്തി തന്നത് ഈ ആശ്വാസത്തിന് അപ്പുറമുള്ള എന്തോ ഒന്നാണ്. ആ ബോധ്യം കൂടെ കിട്ടിയാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം നല്ല ഒന്നാന്തരമാവും. ഒന്നാന്തരം ക്രൈസ്തവ ജീവിതം അത് മനസ്സിലാക്കി എടുക്കണ്ടേ? 2 കൊരിന്തോസ് 4-ാം അധ്യായം എടുക്കുക. അതൊന്ന് വായിച്ച് നമ്മളൊന്ന് അവസാനിപ്പിക്കാൻ പരിശ്രമിക്കാം. 2 കൊരിന്തോസ് 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ, കൺമുമ്പിൽ എല്ലാ പ്രതീക്ഷയും തകർന്നു നിൽക്കുമ്പോഴും, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കാല് തെന്നി പോകുമ്പോഴും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോഴും, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞ് വീഴുകയാണ്, തളർന്ന് വീഴുകയാണ് തോന്നുമ്പോഴും, നിങ്ങളുടെ കൺമുമ്പിൽ ഒരു അത്ഭുതം പോലും സംഭവിക്കാത്തപ്പോഴും പൗലോസ്ലീഹ നമ്മുടെ മുമ്പിലേക്ക് ഒരു വലിയ ബോധ്യം, ഒരു തെളിച്ച ഒരു വെട്ടം തരികയാണ്. മക്കളെ, പിടിച്ചു നിൽക്കണം. ഒറ്റ കാര്യത്തിൽ ആശ്വസിപ്പിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്, ശക്തിപ്പെടുന്ന ഒരു ദൈവമുണ്ട്, തീർന്നിട്ടില്ല. വാക്യം നന്നായിട്ട് മനസ്സിലാക്കുക. 2 കൊരിന്തോസ് 4:18, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യമായത് നശ്വരമാണ്, അദൃശ്യമായത് അനശ്വരവും. ഒറ്റ വാക്യത്തിൽ പൗലോസ്ലീഹ പറയാണ്, ഇത് ഇവിടം കൊണ്ട് തീർക്കാനുള്ളതല്ല. കിട്ടുന്നുണ്ടോ? ഇത് ഇവിടം കൊണ്ട് തീരാനുള്ളതല്ല. ഈ കടം തീർക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ ജോലി കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ സ്വപ്നം നടത്തിയെടുക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ കാണപ്പെടുന്നത് കണ്ടെത്തി തീരുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇതിനപ്പുറത്തേക്കൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, ഈ നശ്വരമായതിനെ അല്ല ഞങ്ങൾ നോക്കുന്നത്, അനശ്വരമായതിനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ അടി കിട്ടിയാലും ഈ നശ്വരമായ പ്രശ്നത്തെ അല്ല ഞാൻ ചിന്തിക്കുന്നത്, അനശ്വരമായ ഒരു പ്രോത്സാഹനത്തെയാണ്. ഇപ്പം ഈ ദാരിദ്ര്യം, ഈ നശ്വരമായ ദാരിദ്ര്യം ഇവിടെയുണ്ട്, അനശ്വരമായ ഒരു സമ്പന്നത കാത്തിരിപ്പുണ്ട്. പൗലോസ്ലീഹ പറയുന്ന തൊട്ടടുത്ത അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗം ലക്ഷ്യമാക്കിയ ഒരു ജീവിതമാണ് ഞങ്ങളുടെ. 5-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ള സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു.
ഞങ്ങൾ കരുതുന്നു എന്നൊന്നുമല്ല, ഇതവിടെ ഉണ്ടായിരിക്കുമെന്നൊന്നുമല്ല, ഞങ്ങൾക്കത് അറിയാം. കിട്ടുന്നുണ്ടോ? ഒരു ചിന്തയല്ല, എവിടെയോ വായിച്ചത്, ഏതോ ഒരു ധ്യാനത്തിൽ കേട്ട് ഇങ്ങനെ ആ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ആ ധ്യാനഗുരു പറഞ്ഞു, സ്വർഗമൊക്കെ അവിടെ കാണുമായിരിക്കും. ഞങ്ങൾക്കിതറിയാം. ഈ ഭൗമിക ഭവനം നശിച്ചാൽ, ഈ ശരീരത്തിൽ രോഗം വന്നാൽ, ഈ വീട്ടിലൊരു പട്ടിണി വന്നാൽ, പ്രതീക്ഷിച്ച് നടക്കാതിരുന്നാൽ, ഈ ഭൗമിക ഭവനം നശിച്ചു പോയാലും ഞങ്ങൾക്കൊരു അനശ്വര ഭവനമുണ്ടെന്ന് വിശ്വസിക്കുകയല്ല, പ്രതീക്ഷിക്കുകയല്ല, വി നോ ഇറ്റ്. എനിക്കത് അറിയാം. പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസിയുടെ ഉറച്ച ബോധ്യമാണിത്. കാത്തിരിക്കാൻ ഈശോ എന്നൊരപ്പനും തുറന്നിട്ട സ്വർഗമെന്ന തറവാടും ഉള്ളപ്പോൾ ഈ ഭൗമിക ഭവനം അതിൻ്റെ അടിവേരറുത്ത് പോയാലും, കാൽച്ചോട്ടിന്ന് മണ്ണൊലിച്ചു പോയാലും, ഫൗണ്ടേഷൻ കിടന്നിളകിയാലും വി ഡോണ്ട് ഗീവ് അപ്പ്. നമ്മൾ തോറ്റു കൊടുക്കത്തില്ലെന്ന്. കാത്തിരിക്കാൻ ഈശോ എന്നൊരപ്പൻ, തുറന്നിട്ടിരിക്കുന്ന സ്വർഗമെന്ന തറവാട്, ഭൗമിക ഭവനം നശിച്ചാലും ഈ പ്രതീക്ഷിക്കുന്ന ഈ 60, 70, 80 വയസ്സ് നീണ്ടു നിൽക്കുന്ന ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലേലും മക്കളെ നന്നായിട്ട് ഒരുങ്ങിക്കോ. മരണത്തിന് വേണ്ടി ഭൗമിക ഭവനം നശിച്ചാൽ സ്വർഗീയ ഭവനം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഇതിവിടെ തീരാനുള്ളതല്ല. നിങ്ങൾ എത്ര പ്രതീക്ഷിച്ചാൽ ഈ 80 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിരുന്നാൽ 80-ാം വയസ്സിൽ അവസാനത്തെ ശ്വാസത്തിൻ്റെ സമയത്ത് ഒരച്ഛൻ വന്ന് നിങ്ങളുടെ ശ്വാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരച്ഛൻ വന്ന് ഇച്ചിരി കുന്തിരിക്കിയിട്ട് നിങ്ങളെ വിടുന്ന സമയം വരെയും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. മരിച്ച് കിടക്കുമ്പോൾ വരെ ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിച്ച ആൾക്കാർ പോലും ചിലപ്പോൾ പെട്ടിയുടെ അടുത്ത് ഉണ്ടാവില്ല. ഉണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് പറ്റത്തും ഉണ്ടാവില്ല. അവസാനം വരെ ഉണ്ടാവും. മണ്ണിറക്കി വെക്കുന്ന സമയത്ത്, പെട്ടി ഇറക്കി വെക്കുന്ന സമയത്ത് വരെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിലർ സഹിക്കുന്നുണ്ടാവും, വേദന ഉണ്ടാവും. പക്ഷെ നശിക്കാത്ത ഒന്നുണ്ട്, എന്ത്? സ്വർഗീയ ഭവനം. അതേ ലക്ഷ്യം വെച്ചോണ്ട് ജീവിക്കണം. കാരണം കടം മാറാൻ വേണ്ടി ഇത്ര ധ്യാനങ്ങൾ കൂടിയില്ലേ? രോഗം മാറാൻ വേണ്ടി ഇത്ര നേർച്ചകൾ നിറവേറ്റിയില്ലേ? ഈ ജോലി കിട്ടാൻ വേണ്ടി ഇത്ര സ്ഥലങ്ങളിൽ പോയി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചില്ലേ? നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി ഇത്ര വചനങ്ങൾ ആവർത്തിച്ചെഴുതിയില്ലേ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയില്ലേ? വെരി ഗുഡ്. നിങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഭൗമിക ഭവനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്? സ്വർഗീയ ഭവനത്തിന് വേണ്ടി നിയോഗം വെച്ച് ധ്യാനം കൂടിയ ചേട്ടായി എവിടെ? സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കിയിട്ട് നേർച്ച നേർന്ന ചേച്ചി എവിടെ? ഉണ്ടെങ്കിൽ ധന്യം ഈ ജീവിതം. അത്ര ധന്യമാണ് ഈ ജീവിതം. സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കിയിട്ടുള്ള ജീവിതമാണെങ്കിൽ അതാണ് ക്രിസ്തുമതം നമ്മളെ പഠിപ്പിച്ചു തന്നതും. അതാണ് പൗലോസ്ലീഹ നമ്മളോട് ഈ പറഞ്ഞ് ഓരോ മാസത്തെ ഏകദിന ധ്യാന ശുശ്രൂഷകൾക്ക് പൗലോസ്ലീഹ നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഇത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു വചനം ഇവിടെയുണ്ട്. 2ാമത്തെ വാക്യം വായിച്ചേ. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. എന്ന് വെച്ചാൽ ഒരു ആർത്തിയാണ്. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഒരു ആർത്തി നിങ്ങൾക്കുണ്ടോ? സ്വർഗത്തിൽ എത്തിച്ചേരാൻ ആർത്തി പോയിട്ട് ആഗ്രഹം വല്ലതും ഉണ്ടോ? ഉണ്ട്. മരിക്കണം കേട്ടോ. അതിന് മുമ്പ് മരിക്കണം. അത് മാത്രമേ ഇച്ചിരി കഷ്ടപ്പാടുള്ളെന്ന് തോന്നുന്നു. അയ്യോ ഇതെല്ലാം കൂടെ വിട്ട് എന്നെ എവിടെ പോവും അല്ലേ? കഴിഞ്ഞ വർഷമാണോ 2023 ലാസ്റ്റ് മറന്നുപോയി. എന്തായാലും പിന്നെ എനിക്ക് ഒരു പൊള്ളലേറ്റു, ഭയങ്കരമായൊരു പൊള്ളലേറ്റു. കണ്ണിന് തീ പിടിച്ചു. ഇപ്പം കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വലത്തെ കണ്ണിന് തീ പൊള്ളി. ഇച്ചിരി കുസൃതി കാണിച്ചതെന്ന് വെച്ചാൽ ഇച്ചിരി വൃത്തി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വേർക്കുമെങ്കിലും വൃത്തി കൂടുതലുള്ളതുകൊണ്ട് എൻ്റെ മുറിയൊക്കെ അടിച്ച് വാരി പേപ്പറും നോട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ പേപ്പറുകൾ ഓരോ തോന്നൽ വരുമ്പോൾ എഴുതി വെക്കുന്ന പേപ്പറെല്ലാം വലിച്ചു കയറി കളയുന്നൊരു സ്വഭാവം കൂടെ എനിക്കുണ്ട്. എന്തെങ്കിലും തോന്നി എഴുതി വെക്കും, അത് കഴിയുമ്പോൾ അത് കീറിങ്ങളെ. എൻ്റെ കുറേ സാധനങ്ങൾ വേസ്റ്റൊക്കെ കൊണ്ടായിട്ട് കത്തിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു പെർഫ്യൂം ബോട്ടിലും ഉണ്ടായിരുന്നു. കാലി പെർഫ്യൂം ബോട്ടിൽ. കാലിയായതൊന്നും വെറുതെ കളയരുത്. അത് കൂട്ടിയിട്ടും കത്തിച്ചിട്ട് പെട്ടെന്ന് മുറിയിലോട്ട് തിരിച്ചു പോകാനുള്ള ആർത്തിയിൽ തീയൊക്കെ പെട്ടെന്ന് അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചുള്ളിക്കമ്പെടുത്ത് കുത്തി കറക്കി കൊടുത്തു. തീ നന്നായിട്ട് പിടിക്കുന്നുണ്ടോയെന്ന് അറിയണമെന്ന് തോന്നുന്നു. സസൂക്ഷ്മം നിരീക്ഷിച്ചു. തീ എന്നെയും നിരീക്ഷിച്ചു. ഒരൊറ്റ പൊട്ടൽ, ഒറ്റ ആന്തൽ. ആരുടെ അവിടെ പടക്കം പൊട്ടിച്ചെന്ന് ചോദിക്കുന്ന ശബ്ദം ചെവിക്കകത്ത് കയറി. ഒരു ക്ലീ ശബ്ദം മാത്രം കേട്ടു. കണ്ണ് തുറക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പൊള്ളി. പിരികമൊക്കെ പോയി, മുടിയൊക്കെ കുറച്ച് പോയി. ക്ലീൻ ഷേവ് ആയിരുന്നുകൊണ്ട് വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല. പിരികവും കൺപീലിയൊക്കെ അങ്ങോട്ട് കത്തിപ്പോയി. നല്ല രസം. ഇവിടുന്ന് ഞാൻ ഒരു ഓട്ടോ ഓടി. എവിടെയാണ്? മരിയൻകൂടാരത്തിൻ്റെ അവിടെ കത്തിച്ച് ഒരൊറ്റ ഓട്ടോ ഓടി. എങ്ങനെ ഓടിയെന്ന് അറിയത്തില്ല. പൗലോസ്ലീഹയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമൊന്നും നമുക്ക് കിട്ടിയില്ല. 3 ദിവസം കണ്ണടച്ചിരിക്കാൻ. ഇത് കുസൃതി കാരണം പറ്റിയതാണ്. മറ്റേ ഓടി അവിടെ ചെന്ന് കണ്ണൊക്കെ കഴുകി നോക്കുമ്പോഴത്തേനും രക്ഷപ്പെട്ടു. ഇടത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല. മറ്റേ കണ്ണിനാണെങ്കിൽ ഒരു വലിയ കൃപയും കിട്ടിയിട്ടുണ്ട്. 2ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നടുക്കൊരു സ്കെയിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ. ഈ സ്കെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ നോക്കലായിരുന്നു ഇങ്ങനെ. അതുപോലെ ദൈവമേ 2 കണ്ണിന് പകരം 3 കണ്ണ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയാനുള്ള ധൈര്യമൊന്നും അപ്പം ഇല്ലായിരുന്നു. ഫോണൊക്കെ എടുത്ത് ഫേവറേറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന നമ്പറുണ്ട്. ഫാദർ ജോസഫ് ചെറിയാൻ്റെ നമ്പറുണ്ട്. കുത്തി ഇങ്ങനെ പിടിച്ചിട്ട്, അച്ഛാ ഒന്നും കാണുന്നില്ല, മുകളിലോട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലൊക്കെ പോയി. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ദൈവമേ, ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന പുസ്തകമൊക്കെ ഇനി എന്നാ ചെയ്യും? ഞാൻ വിചാരിച്ചു കണ്ണടിച്ച് പോയെന്ന് വിചാരിച്ചു, മൊത്തം കാഴ്ചയും പോയെന്ന് വിചാരിച്ചു, മൊത്തം പോയി വിചാരിച്ചു. എൻ്റെ ഒരു വിഷമായിരുന്നത്. മരിച്ചു പോകുന്നുള്ളതല്ല, അത് കാരണം മരിച്ചൊന്നും പോകത്തില്ല, കണ്ണ് നീ കാണത്തില്ല എന്ന് വിചാരിച്ചു. എൻ്റെ പുസ്തകങ്ങളെല്ലാം എന്നാ ചെയ്യും? മരണം വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സങ്കടം ഉണ്ടാവും. മരിക്കാനുള്ളൊരൊറ്റ പേടിയതായിരിക്കും. എൻ്റെ സാരി, എൻ്റെ ചുരിദാർ, എൻ്റെ പാൻറ്റ്, എൻ്റെ കീറിയ ബെൽറ്റ് എന്നാ ചെയ്യും? ആ വീട്, പശുവിന് ഇനി ആര് മാറ്റി കെട്ടും? അല്ലേ? നമ്മുടെ സങ്കടം അതാണ്. വല്യമ്മച്ചിമാരൊക്കെ മരിക്കാൻ നേരത്ത്, അയ്യോ എൻ്റെ ചെറുമകൻ്റെ കൊച്ചിൻ്റെ കല്യാണം കാണാൻ അല്ലേ, പറ്റത്തില്ല. അമ്മച്ചി, സ്വർഗത്തിൽ ഈശോയ്ക്ക് ആവശ്യമുണ്ട്, അമ്മച്ചിനെ കൊണ്ട് ചെല്ല്. വലിയ സങ്കടമായിരിക്കും. എൻ്റെ പ്രശ്നം എന്നറിയോ? നമ്മൾ എന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്നറിയോ? അച്ഛന് ആ പുസ്തകത്തെ പിടിച്ചുകൊണ്ട് നിന്ന് എന്തോന്നറിയോ? ഇതിനപ്പുറത്തേക്കുള്ളൊരു ബോധം ചില സമയത്ത് നമുക്ക് കിട്ടത്തില്ല. ആ ബോധം ഉണ്ടെങ്കിൽ ഈ പുസ്തകം കളയാനും കുഴപ്പമില്ല, ഈ സ്വർണം കളയാനും കുഴപ്പമില്ല, ഈ വണ്ടി അവിടെ ഇട്ടേച്ച് പോകാനും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇനി നിങ്ങളിവിടെ വണ്ടി ധ്യാനകേന്ദ്രത്തിൻ്റെ മുറ്റത്തിട്ടുകൊണ്ട് പോകാനല്ല പറയണത്. ഇതൊക്കെ അതിൻ്റെ സെൻസിൽ മനസ്സിലാക്കി. നമ്മൾ പിടിച്ചു വെച്ചതിനെയൊക്കെ ഇങ്ങനെ അള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഭൗമിക ഭവനം വിട്ട് സ്വർഗീയ ഭവനത്തെ ലക്ഷ്യമാക്കാൻ നമുക്ക് പറ്റാത്തത്. ആ പിടിച്ചു നിൽക്കുന്ന ഒരു ജീവിത പങ്കാളി, മക്കൾ, ഈ സ്വത്തുവകൾ, മക്കളെ നല്ലപോലെ മനസ്സിലാക്കി ഒരു ആത്മീയ ദൂതായിട്ട് ഇതെടുക്ക്. നീ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കണം എന്നുള്ളത് കർത്താവിന് നിർബന്ധമാണെങ്കിൽ, അത്രയും നിർബന്ധിച്ചിട്ടും നിനക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ, അത്തേന്ന് പിടിവിടാൻ വേണ്ടി കർത്താവ് അത് പിടിച്ച് കുലുക്കും. അത് കടന്ന് ചോദിക്കേണ്ട, ഒരു ഉത്തരം കിട്ടത്തില്ല ചില സമയത്ത്. നീ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കണമെന്ന് കർത്താവിന് നിർബന്ധം ഉള്ളത് കൊണ്ട് ഒത്തിരി നിർബന്ധിച്ചിട്ടും നീ ആ സ്വർഗീയ ഭവനത്തെ നോക്കാതെ ഈ ഭൗമിക ഭവനത്തെ തന്നെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് നീ എന്തിനെ അള്ളിപ്പിടിച്ചിരിക്കുന്നോ ആ അള്ളിപ്പിടിച്ചതിനെ കർത്താവ് പിടിച്ച് കുലുക്കും. ചിലപ്പോൾ നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കർത്താവ് എന്തിനിത് തട്ടിയെടുത്തു എന്ന് ചോദിക്കും. എനിക്ക് നിന്നെ വേണമെന്ന് കർത്താവ് പറയും. പിടികിട്ടുന്നുണ്ടോ? കിട്ടുന്ന സഹനത്തെയൊക്കെ ആ രീതിയിലൂടെ ഒന്ന് കണ്ടു നോക്കിയേ. അവിടെയാണ് നമ്മൾ ഈശോയോട് കൂടെ ഈ പീഡ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച ആള് ഇപ്പം അവിടെ ഇല്ല. ഈശോ പിടിച്ച് കുലുക്കി തട്ടി തൂരക്കളഞ്ഞു. എന്തിനാ കർത്താവ് നീ എന്നോടത് ചെയ്തത്? ഞാൻ നന്നായിട്ട് ജീവിച്ചില്ലേ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ? പോരാ മോനെ, ഇത് പോരാ, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ജീവിതം നിനക്ക് വേണം, അത് നീ ശ്രദ്ധിക്കണം എന്ന് പറയാൻ നിനക്കത് മനസ്സിലാവാൻ വേണ്ടി കുലുക്കുക മാത്രമല്ല, തട്ടിത്തെറിപ്പിച്ചുകളെ. നീ ഒരിക്കലും പിന്നെ തിരിച്ച് കിട്ടാത്ത രീതിയിലേക്ക് ഇന്നും പ്രതീക്ഷിച്ചിരിക്കുന്നില്ലേ തിരിച്ചു വരുമെന്ന്? വരുവാണേ വരട്ടെ, പക്ഷെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഈശോ ഈ സഹനം അനുവദിച്ചത് ഇങ്ങനെ ആണെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സഹനത്തെ പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് പറ്റും. ഈ കടം ഈശോയുടെ ശിക്ഷയല്ല, ഈ വീട് നഷ്ടപ്പെട്ടത് ഈശോയുടെ ശിക്ഷയല്ല, ഈ ജോലി നഷ്ടപ്പെട്ടത് നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കാഞ്ഞത് ഈശോയുടെ ശിക്ഷയായിട്ട് കാണാതെ നീ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി ഈശോ പിടിച്ച് കുലുക്കിയതാണ്. ഈശോയോടത് പറ, ഈശോ എനിക്കത് മനസ്സിലായി കർത്താവേ, എനിക്ക് നിന്നെ മതി. ആ തീരുമാനം നിങ്ങൾ എടുത്താണ്ടല്ലോ, ഐ ടെൽ യു, ഐ പ്രോമിസ് യു, കർത്താവിൻ്റെ വചനം മുഴങ്ങിക്കെട്ട അൾത്താരെ വെച്ച് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ ബോധത്തിലേക്കൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുലുക്കലൊക്കെ അവിടെ ഉണ്ടാവണം. നിങ്ങൾ സങ്കടപ്പെടല്ലേ, അത് ഓർത്തിട്ട് സങ്കടപ്പെടല്ലേ. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇത് ആദ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 2 സ്പീക്കർ കൂടെ കേൾക്കുമ്പോൾ ഞാൻ 4 സ്പീക്കർ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സങ്കടപ്പെടല്ല അച്ഛാ, പിടിച്ചു കുലുക്കും അച്ഛനെ, നിങ്ങളെ പിടിച്ചു കുലുക്കും. നിങ്ങൾ പ്രതീക്ഷിച്ച്, നിങ്ങൾ ആശ്രയിച്ച ആ സകലത് തട്ടിത്തെറിപ്പിച്ച് ദൂരോട്ട് കളയും. എന്തിനാ കർത്താവ് എന്ത് ഇത് ചെയ്തതെന്ന് ചോദിക്കും. ഒരച്ഛനെന്നല്ലേ ഞാൻ ചോദിക്കും, ഞാൻ അങ്ങയുടെ പുരോഹിതനല്ലേ, എനിക്കെന്തിനാ ഇങ്ങനെ തന്നതെന്ന് ചോദിക്കും. ഇൻസച്ചാ എന്നെ നോക്ക്, ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ച എല്ലാ കൊമ്പുകളും തല്ലി തെറിപ്പിച്ച് കളയും. എൻ്റെ അമ്മച്ചി എന്നോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞാണ്, ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ടെന്നൊക്കെ കേട്ടു. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് ഞങ്ങൾ രണ്ടുപേരും. അമ്മ പറഞ്ഞൊരു വലിയ കാര്യമാണ്, ചെറുപ്പത്തിലെങ്ങാണ്ട് പറഞ്ഞാണ്, പക്ഷേ എനിക്ക് ബോധം കിട്ടിയില്ല, എന്നെ മനസ്സിലായില്ല. ഇപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ബോധം കിട്ടാറില്ല, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ. നീ ഇരുന്ന ചില്ലകളെല്ലാം, മരക്കൊമ്പുകളെല്ലാം പിടിച്ച് കുലുക്കി ആ കൊമ്പുകളൊക്കെ ഒടിച്ച് കളഞ്ഞത് കർത്താവാണ്. നന്നായിട്ട് മനസ്സിലാക്കണേ. നീ ഇരുന്ന ചില്ല, കൊമ്പ്, മരക്കൊമ്പുകളെല്ലാം പിടിച്ച് കുലുക്കിയതും ഒടിച്ചു കളഞ്ഞതും കർത്താവാണ്. കിട്ടുന്നുണ്ടോ? എന്തിനാണെന്നറിയോ? നീ ഒറ്റ ഒരുത്തനെ ആശ്രയിക്കണ്ട, ഒരു മരക്കൊമ്പിനെ ആശ്രയിക്കണ്ട. നിന്നെ പറക്കാൻ പഠിപ്പിക്കുന്ന കർത്താവിനെ ആശ്രയിക്കണമെങ്കിൽ ഈ മരക്കൊമ്പ് ഒടിയണം. നിന്നോട് എന്നാ പറഞ്ഞാൽ നീ ഈ മരത്തെ നിറങ്ങത്തില്ല. നീ ഇതേ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. നീ അത്തെ അള്ളിപ്പിടിച്ചിരുന്നാൽ നിനക്ക് പറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മരക്കൊമ്പ് കർത്താവ് ഒടിച്ച് കളയും. എന്തിന്? ആ കൊമ്പ് ഒടിഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ ചിറകിട്ട് പറന്നോളും. പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ആശ്രയിച്ച സകലത് നഷ്ടപ്പെട്ടു പോയ സമയമുണ്ട്. എൻ്റെ ചാച്ചനൊരു നല്ല ഹൈ ക്ലാസ് മദ്യപാനിയായിരുന്നു. ഹൈ ക്ലാസ് എന്ന് വെച്ചാൽ എല്ലാ ഗ്ലാസ്സിലും മദ്യപിക്കും.
എൻ്റെ പട്ടം കഴിഞ്ഞിട്ടാണ് ചാച്ചനൊരു മദ്യപാനമൊക്കെ നിർത്തി ഒരു മിടുക്കനായത്. എൻ്റെ വലിയ ആഗ്രഹം ചാച്ചനെ ഇനി അങ്ങോട്ട് വല്ലാണ്ട് സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹം കൊടുത്ത് തീരുന്നതിന് മുമ്പ് ചാച്ചൻ ഈശോയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. ഒരു കൊമ്പ് ഒടിഞ്ഞതാണ് അവിടെ, ഒരു കൊമ്പ് ഒടിഞ്ഞത്. അച്ഛൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഓർത്ത് നോക്കി. മരണമായിരിക്കാം, ഇല്ല മരണത്തെക്കാൾ വേദനയേറിയ ചില വേർപാടുകളായിരിക്കാം, മാറി നിന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾ അത്രയും നേരം ആശ്രയം വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ടിം. ഒറ്റയ്ക്കായി പോവാണ്. ചിലപ്പോൾ അമ്മച്ചിമാർ, സഹോദരിമാരൊക്കെ, ഭാര്യമാർ ഒത്തിരി പേര് ഇങ്ങനത്തെ ഈ സംഗതി കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാട്ടിലൊരു സിറ്റുവേഷനിൽ കൂടുതലും ഇങ്ങനെ ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുടുംബമുണ്ട്. ചേട്ടായി പറയട്ടെ അതുപോലെ ചെയ്യാം, നല്ല കാര്യം, നല്ല കുടുംബങ്ങളുണ്ട് അങ്ങനത്തെ. പക്ഷെ പെട്ടെന്നൊരു ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഈ ചേട്ടനാണ്, ഈ ഭർത്താവാണ്, അപ്പനാണ്. പെട്ടെന്നൊരു ദിവസം ആ വീട്ടിൽ ആ മരണം നടക്കുകയാണ്. ഈ ചേച്ചി ഒറ്റയ്ക്കായി പോവാണ്. ഇരുന്ന കൊമ്പ് ഒടിഞ്ഞു, പക്ഷേ ചിറക് മുളയ്ക്കുകയാണ്. ഇനി നീ ആരെ നോക്കിയാൽ മതി? ഈശോയെ നോക്കിയാൽ മതി. ചിലപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാര്യം മാത്രമല്ല, നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ തീർത്തും പരിഗണിക്കാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം. കിട്ടുന്നുണ്ടോ? അനുഭവിച്ച കുറേ മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നിങ്ങൾ പ്രത്യാശ വെച്ച് നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പ്, നിങ്ങളുടെ ചോരയിൽ പിറന്ന ഒരാൾ, നിങ്ങൾ വിചാരിച്ച് നിങ്ങളെ സഹായിക്കുമെന്ന്, ആ ചില്ല കർത്താവ് ഓടിച്ച് കളയാണ്. എന്തിനാണ്? നീ പറക്കാൻ. നിനക്കൊരു ഗോഡ് ഫാദർ വേണ്ടാ, യു ഹാവ് ഗോഡ് ദ ഫാദർ എന്ന് പറയാൻ വേണ്ടി ഈ കമ്പൊക്കെ പിടിച്ച് ഞെരിച്ചോടിച്ച് കളയും. എന്തിനാ കർത്താവേ, ഞാനിങ്ങനെ പറന്ന് വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനൊരു കുഞ്ഞല്ലേ, ഞാനൊരു കുഞ്ഞിക്കിളിയല്ലേ? കുഞ്ഞിക്കിളി അല്ലെന്ന്. പറക്കാനൊരു ചിറക് തന്നിട്ട് നീ അവിടെ ഇരിക്കാതെ നീ പറന്ന് ആകാശങ്ങൾ തേടിപ്പിടിക്കണമെങ്കിൽ ഈ കമ്പൊടിച്ച് കളഞ്ഞേ മതിയാവും. പറഞ്ഞേ ഹല്ലേലൂയാ. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ആ ആശ്വാസം ചില സമയത്ത് വരുന്നത് ഈ ആശ്രയമായി നിന്ന് കമ്പൊടിച്ച് കളഞ്ഞിട്ടായിരിക്കും. ലക്ഷ്യം എന്താണ്? സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, നീ അങ്ങനെ സുഖിച്ചിരിക്കേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നീ പറക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഉള്ളു വഴി. ഈ പിടുത്തം വിട്ട് നീ സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കണമെങ്കിൽ ഈ ഇപ്പെട്ടപ്പെട്ടൊന്ന് പിടിച്ച് കുലുക്കിയാലേ പറ്റുള്ളൂ. ആ കുലുക്ക് ചിലപ്പോൾ കൊള്ളുന്നത് നിൻ്റെ ആരോഗ്യത്തിനായിരിക്കാം, നിൻ്റെ ജോലിക്കായിരിക്കാം, നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷ ഏറ്റവും നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതത്തെ ആയിരിക്കാം. ഒരു കുലുക്ക് വരും. തോറ്റു കൊടുത്തേക്കരുത്. 62 സങ്കീർത്തനം നമ്മൾ വായിച്ചു. അപ്പോഴും എൻ്റെ രക്ഷാശിലയും എൻ്റെ ദുർഗവും എൻ്റെ ശക്തിയും എൻ്റെ കോട്ടയും എൻ്റെ കർത്താവാണ്, ഞാൻ കുലുങ്ങത്തില്ല. നമ്മളെ വാക്കുകളൊക്കെ ഓർത്തേക്കണം കേട്ടോ. എന്ന് പറഞ്ഞ വാക്യങ്ങളെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് തോന്നല്ലേ? സഹായം ദൈവത്തിൽ നിന്ന്. എബനേസർ അല്ല, എലിയാസർ. ആ വാക്കുകളൊക്കെ കൃത്യമായിട്ട് ഓർന്നിരിക്കണം. പൗലോസ് പറയാണ്, ഞങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ വചനഭാഗത്തിൻ്റെ ഒരു ഭാഗം കൂടെ എടുത്തേ. 5-ാമത്തെ അധ്യായം, 2 കൊരിന്തോസ് 5-ാമത്തെ അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, പൗലോസിലൂടെ ശക്തമായ വചനങ്ങളിലൊന്നാണ്. 2 കൊരിന്തോസ് 5:6. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. നിങ്ങൾ ആ പാരഗ്രാഫ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ. എനിക്കൊരു 3-4 തവണ പൗലോസിൽ ഇത് ആവർത്തിച്ച് പറയും, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ടെന്ന്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നിങ്ങൾക്കുണ്ടോ? ധൈര്യമുണ്ട്, നല്ല ധൈര്യമുണ്ട്. ഈ കമ്പ് കടന്നിളകിയാലും നല്ല ധൈര്യമുണ്ട്. കാരണം ലക്ഷ്യം എന്താണ്? സ്വർഗീയ ഭവനം. അടുത്തൊരു വാക്യം ഇങ്ങനെയാണ്, 7-ാമത്തെ വാക്യം. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. വായിച്ചേ, വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ലക്ഷ്യം ഒറ്റ കാര്യം. 9-ാമത്തെ വാക്യം, അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്തായാലും അകലെയായാലും കർത്താവിനെ പ്രസാദിപ്പിക്കുക. അടുത്തായാലും അകലെയായാലും എന്ന് വെച്ചാൽ എന്താ? ഒന്ന്, ഈ ഭൗമിക ഭവനത്തിലായിരിക്കുമ്പോൾ, സ്വർഗീയ ഭവനത്തിലായിരിക്കുമ്പോൾ, കർത്താവിൽ നിന്ന്, കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോഴും, കർത്താവിനെ അടുത്ത് കാണാൻ പറ്റാത്ത ചില അവസ്ഥകൾ വരുമ്പോഴും ഒറ്റ ലക്ഷ്യം മാത്രം, ഈശോയെ പ്രസാദിപ്പിക്കുക. പൗലോസ് തന്നെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ കൊണ്ടാണ് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റുക. ഒന്ന്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം 2 കാര്യങ്ങൾ, വിശ്വാസം, വിശുദ്ധി. ഈശോയിൽ ഉള്ള വിശ്വാസം, ഈശോയെപ്പോലെ ആയിത്തീരാനുള്ള വിശുദ്ധി. ഇത് രണ്ടും ആയിരിക്കണം സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട 2 കാര്യങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ആ ഒരു വലിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത്, നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹനങ്ങളിലും വേദനകളിലും നമ്മൾ ഇന്ന് ഈ സംസാരിച്ച വചനം, ഇന്നത് വിത്ത് വീണു അല്ലേ? നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലേ? ഈ സമയത്ത് എന്തോരം കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷേ ഈ വിത്ത് വീഴണം. കർത്താവ് തടമൊരുക്കിക്കോളും, വളവിട്ടോളും, വേര് അടിയുറപ്പിച്ചോളും. ഓരോ ഘട്ടത്തിലും വളർത്തി നിങ്ങളുടെ ഏറ്റവും ആവശ്യമായൊരു സമയത്ത് ഈ കേട്ട വചനം ഫലം ചൂടും. പറഞ്ഞേ ഹല്ലേലൂയാ.
അത് ഇന്ന് കേട്ട് കർത്താവേ ഇതെനിക്ക് എന്നെ ബാധിക്കുന്നില്ലല്ലോ, ഇന്ന് ബാധിക്കണ്ട, വിത്ത് വീഴണം എന്നുള്ളത് കർത്താവിൻ്റെ തീരുമാനമാണ്. ഇന്ന് ഈ ദിവസം ഈ മണിക്കൂറിൽ ഈ വചനം നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ ഈ വിത്ത് വീഴണം. കർത്താവ് വെറുതെ ഒരു വിത്ത് ഇടത്തില്ല. നല്ല കർഷകനാണ്, വീണത് നല്ല നിലത്താണ്, നല്ല നിലത്താണ്, നല്ല നിലത്താണ്. നിങ്ങളാരും കൊടുപാപികളോ ഒന്നുമല്ല. നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങളുടെ നിലം നല്ലതാണ്, നിലം നല്ലതാണ്. നല്ല നിലത്തായി വിത്ത് വീണേക്കുന്നത്. ബലം ചൂടിക്കോളും, ബലം ചൂടിക്കോളും. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളൊന്ന് അടച്ച്. ഈശോയെ, കേട്ട എല്ലാ വചനവും ഞങ്ങളുടെ ജീവിതത്തിൽ 30 60 അല്ല 100 മേനി ബലം ചൂടട്ടെ. പൗലോസ്ലീഹ വചനത്തിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഈശോ ഉണ്ട് എന്ന് മനുഷ്യർക്ക് ബോധ്യം കിട്ടും. സകലരെയും ആശ്വസിപ്പിക്കുന്ന ശക്തിപ്പെടുത്തുന്ന ദൈവം ഒരുപാട് മക്കളെ ആശ്വസിപ്പിക്കാൻ, ശക്തിപ്പെടുത്താൻ നമ്മളെല്ലാവരെയും നിയോഗിച്ചിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞത് അല്ല, നമ്മൾ അനുഭവിച്ചറിഞ്ഞതല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഈശോ നൽകുന്ന ആശ്വാസം നമ്മളൊന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞത് നമ്മുടെ സങ്കടങ്ങളുടെ സമയത്താണ്. ഈശോ കൈവിട്ടില്ല, ഈശോ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ഈ മരം പിടിച്ചു കുലുക്കിയപ്പോൾ, ഈ തണൽ എടുത്തു മാറ്റിയപ്പോൾ, അവസാനത്തെ നീരുറവയ്ക്ക് മുമ്പിലും ഒരു അടഞ്ഞ സാഹചര്യം വന്നപ്പോൾ, ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത സങ്കടങ്ങൾ വന്നപ്പോൾ, ഒരു ആശ്വാസത്തിൻ്റെ കാക്കച്ചിറക് പോലും ഒരു തണലായിട്ടില്ലാത്ത സമയങ്ങൾ വന്നപ്പോൾ കൈ നിവർത്തി പിടിച്ച് വിരിച്ചു പിടിച്ച് ഒരു തണലായി ഈശോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കൊണ്ട വെയിലുകൾക്കെല്ലാം നന്ദി പറയുക, ഈ മരുഭൂമി അനുഭവങ്ങൾക്കെല്ലാം നന്ദി പറയുക, ആ മരുഭൂമിയിൽ ആ വെയിലിൽ തണലായി നിന്ന കർത്താവിന് നന്ദി പറയുക. പൊള്ളിക്കരിഞ്ഞു പോകാവുന്ന വേദനകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. തീർന്നു പോകുമെന്ന് ചിന്തിച്ചു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതീക്ഷ കെടുത്തിക്കളയുന്ന കണ്ണുനീരുകൾ വീണിട്ടുണ്ട്. പക്ഷേ ആ വീണ കണ്ണുനീര് പ്രതീക്ഷ കെടുത്തിക്കളയുകയല്ല, ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്ന് അത് കണ്ടെന്നെ ആശ്വസിപ്പിച്ച ഈശോയെ ഞാൻ കണ്ടു. സാരമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മനുഷ്യരല്ല, സാരമുണ്ടെന്നറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന് എന്നെ ധൈര്യപ്പെടുത്തി എൻ്റെ കർത്താവ്. ചെന്നെത്താൻ സ്വർഗമെന്ന തറവാട് കാത്തിരിക്കാൻ ഈശോ എന്നപ്പ ഞാൻ തോറ്റു കൊടുക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, കടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഇരുട്ട്, നിരാശ, ഡിപ്രഷൻ, ട്രോമകൾ, എന്തൊക്കെ തന്നെ വേദനകൾ വന്നാലും, എത്ര കണ്ണുനീരുകൾ ഓരോ രാവും പകലും നിർത്താതെ ഒഴുകിയാലും ഞാൻ പ്രത്യാശ കൈവിടില്ല. എൻ്റെ കൂടെ എന്നെ ധൈര്യപ്പെടുത്തി എൻ്റെ കർത്താവുണ്ട്. ഭയപ്പെടണ്ട, പരിഭ്രമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന എൻ്റെ ഈശോ. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ എനിക്ക് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാളിതുവരെ ഞാൻ അർപ്പിച്ച ഓരോ പരിശുദ്ധ ബലികളുടെയും അനന്ത യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ അനുവാദത്തോടെ സംസാരിച്ച ഓരോ വചനത്തിൻ്റെയും ശക്തിയിൽ 100% വിശ്വസിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഇവർ കടന്നു പോകുന്ന വേദനകളെ, സഹനങ്ങളെ, സങ്കടങ്ങളെല്ലാം അപ്പാ എനിക്ക് മനസ്സിലാവുന്നില്ല. പിതാവേ, നിനക്ക് നിൻ്റെ മക്കളുടെ സങ്കടങ്ങളെല്ലാം അറിയാമല്ലോ. നിങ്ങളുടെ കരം ഇവരുടെ മേലേക്ക് നീട്ടണമേ. ഇന്ന് കേട്ട ഓരോ വചനവും വിശ്വസിക്കാൻ, വീണ വിത്ത് ഫലം ചൂടാൻ അങ്ങ് തന്നെ അവരെ ഒരുക്കണമേ. ഈ ചില്ലകൾ ഒടിയുമ്പോൾ, ഈ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ഈ വലിയ കുലുക്കവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന സമയങ്ങൾ വരുമ്പോൾ, പിടിച്ചു നിന്ന മണ്ണ് കാൽച്ചോട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ആശ്രയം പിടിച്ചു നിന്നിരുന്ന ആ മരക്കൊമ്പ് ഒടിഞ്ഞു പോകുമ്പോൾ, കൈവിടാതെ ചിറകുകളിൽ താങ്ങുന്ന അങ്ങയുടെ സാന്നിധ്യം കാണാൻ അങ്ങയുടെ മക്കൾക്ക് വലിയ കൃപ ലഭിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരം ഈ മക്കളുടെ മേലേക്ക് നീട്ടണമേ. കേട്ട വചനത്തിൻ്റെ മുഴുവൻ ശക്തി ഈ മക്കളിലേക്ക് നിറയ്ക്കണമേ. ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവർ ഈ വചനം കേൾക്കുന്ന ഈ സാഹചര്യങ്ങളിലേക്ക്, ഇവരുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, പ്രതീക്ഷകളിലേക്ക്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളിലേക്ക്, രോഗപീഠകളിലേക്ക് അങ്ങയുടെ കരം നീട്ടണമേ. ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ലപ്പാ. പാവപ്പെട്ട മക്കളാണ്. സഹായിക്കാൻ അങ്ങ് കരം നീട്ടി ഇവിടെ ഉണ്ട്. അങ്ങ് ഈ അന്തരീക്ഷത്തിൽ ഉണ്ട്. ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിൽ, ഈ വചനം ഞങ്ങൾ സംസാരിക്കുന്നിടത്ത്
അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ അറ്റ്മോസ്ഫിയറിലുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. കർത്താവെ, ആലയത്തിൽ മുഴങ്ങിക്കേട്ട എല്ലാ വചനത്തിൻ്റെ ശക്തി മുഴുവനും ടാപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശക്തി അങ്ങയുടേത് മാത്രമാണ്. സങ്കീർത്തനം 62:11 ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, 2 തവണ ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. 2 കൊരിന്തോസ് 4:7 പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ഈശോയെ, ഈ കൂട്ടായ്മ മുഴുവനും ഇത് വിശ്വസിക്കുന്നു. ശക്തി അങ്ങയുടേതാണ്, ശക്തി അങ്ങയുടേത് മാത്രമാണ്. അതിൽ വിശ്വസിക്കുന്ന അങ്ങയുടെ മക്കളെ മുഴുവനും ഈ സമയം അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന്, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും പൗരോഹിത്യത്തോട് ചേർന്ന് നിന്ന്, പ്രിയപ്പെട്ട ജോസഫ് അച്ഛനോട്, ജോബി അച്ഛനോട്, ലിജോ അച്ഛനോട്, നോബിൾ അച്ഛനോട്, അഭിജിത്ത് അച്ഛനോട്, ഇബിൻ അച്ഛനോട്, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ നാമം നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ കുരിശിന് നിങ്ങൾക്ക് ശക്തിയായി ഭവിക്കട്ടെ. നിങ്ങളുടെ പരിശുദ്ധ നാമം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരസ്പരം സ്തുതിയല്ലാവോ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.